അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം സാക്ഷ്യം പറയുന്നതിനായി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസിപ്രിയ മേരി ആൻറ്റിയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ മേരി ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് വേണ്ടി തന്ന പ്രിയ ദേവദാസൻ ഡാനിയൽ ജോൺ അവറുകളോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ബർമിംഗ്ഹാം UK നിന്നാണ്. ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞു. എൻ്റെ മകൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അങ്ങനെ 2 കൊച്ചുമക്കളും എനിക്കുണ്ട്. എൻ്റെ മകൻ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അവരിരുവരും ജോലി ചെയ്തുകൊണ്ട് എന്നോടൊപ്പം പാർക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള വാഴക്കുളം എന്നു പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. എനിക്ക് പിതാവ്, മാതാവ്, ഞങ്ങൾ 7 സഹോദരങ്ങളായിരുന്നു. എനിക്ക് മൂത്ത 3 സഹോദരന്മാരും 1 സഹോദരിയും എൻ്റെ ഇളയ 2 സഹോദരിമാരും. അങ്ങനെ ഞങ്ങൾ 7 മക്കളടങ്ങുന്ന സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെയും കത്തോലിക്ക വിശ്വാസത്തിലാണ്. അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിന്റെ അന്നത്തെ രീതി അനുസരിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച രീതിയിൽ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കൊന്ത ചെല്ലുകയും അങ്ങനെ കുടുംബ പ്രാർത്ഥന ചെല്ലുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ വിശ്വാസത്തിൽ നല്ല ഉറപ്പും ഉള്ളവരായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ പിതാവിനെ കുറിച്ച് അല്പമായിട്ടൊന്ന് ഈ സമയം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവും മാതാവും രണ്ടുപേരും ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു പിതാവിന് മക്കളെ എത്രമാത്രം സ്നേഹിക്കാവോ അതിന്റെ മാക്സിമം സ്നേഹം ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ചപ്പോഴും ഒരു തെറ്റിലും അകപ്പെടുവാൻ ഇടയാക്കിയില്ല. കാരണം അവരുടെ സ്നേഹത്തെ തെറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ പിതാവ് വളരെയധികം ഞങ്ങളെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവിന്റെ മാക്സിമം ഞങ്ങളെയൊക്കെയും പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് നല്ല ആഹാരം, നല്ല വസ്ത്രം ഒക്കെയും തന്ന് ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിന്റെ മാക്സിമത്തിൽ ഞങ്ങൾ വളർന്ന സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ അങ്ങനെ ജീവിക്കുവാൻ കർത്താവ് എനിക്ക് സാവകാശം തന്നു. അതിനുശേഷം എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ നഴ്സിങ്ങിന് പോകാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ പിതാവ് ഞങ്ങളെ ദൂരേക്കൊന്നും അയക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ തന്നെ കോതമംഗലം എന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞാൻ ഈ UP-യിലുള്ള ലക്നൗ എന്ന സ്ഥലത്ത് ഒരു 10 മാസത്തോളം ഞങ്ങൾ 3-4 സ്റ്റുഡൻസ് അതിൽ നിന്ന് ഞങ്ങൾ ബോണ്ട് പീരീഡ് പോലെ അവിടെ പോയി ചെയ്തു. അതിനുശേഷം ഡൽഹിയിലോട്ട് പോകാൻ ദൈവം അവസരം ഒരുക്കി തന്നു. അങ്ങനെ 1.5 വർഷത്തോളം ഡൽഹിയിൽ താമസിച്ചു. അപ്പോൾ ഡൽഹിയിൽ ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയായി. എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്ന അവിടെയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന വാഴക്കുളം പ്രദേശത്ത് മിക്കവാറും എല്ലാവരും കത്തോലിക്കരും ഹിന്ദുക്കളുമാണ്. പിന്നെ ആകപ്പാടെ ഒരു യാക്കോബായ ഫാമിലിയേ ഉള്ളൂ. പിന്നെ ഒരു മുസ്ലിം ഫാമിലിയും. അത്രയേ ഉള്ളൂ എൻ്റെ അറിവിൽ. അപ്പം നഴ്സിംഗിന് വന്ന ശേഷമാണ് കൂടുതലായിട്ട് യാക്കോബായക്കാരെ പരിചയപ്പെടുന്നതും. ഡൽഹിയിൽ വന്ന ശേഷമാണ് മാർത്തോമ, CSI, പെന്റക്കോസ്റ്റ്, അങ്ങനെ ബ്രദറിൻ, അങ്ങനെ ഒത്തിരി ഡിനോമിനേഷൻസിനെ കുറിച്ച് കേൾക്കാനിടയായി. അപ്പോൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജൈനമതം, ബുദ്ധമതം ഒക്കെയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഇത്രയും ഡിനോമിനേഷൻ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു അപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. കാരണം അന്ന് വരെയും ഞാൻ വിചാരിച്ചിരുന്നത്
ഒരു ദൈവമല്ലേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ പല ഡിനോമിനേഷൻ വരുന്നതെന്നൊക്കെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മാർത്തോമാ സഹോദരിയുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പോൾ എന്നോട് ആ സഹോദരി പറഞ്ഞു, "ഞങ്ങള് കത്തോലിക്കര് വിവാഹം ചെയ്യുകയോ, കത്തോലിക്കയിൽ വിവാഹം കഴിച്ചു കൊടുക്കുകയോ ചെയ്യില്ല." അതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, കത്തോലിക്കര് ഈ വിഗ്രഹങ്ങളെ സേവിക്കുന്നതല്ലേ, അതൊന്നും ബൈബിൾ പ്രകാരമുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആരേലും വിവാഹം ചെയ്താലും അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അത് എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഭാരം ഉണ്ടാക്കി. കാരണം അന്നുവരെ ഞാൻ കരുതിയിരുന്നത് കത്തോലിക്കരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവര്. കാരണം അച്ഛന്മാര്, കന്യാസ്ത്രീമാര്, ബിഷപ്പുമാര്, പോപ്പ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ അന്നുവരെയും ചിന്തിച്ചിരുന്നത്. അതെനിക്ക് ഭയങ്കരമായ ഭാരം തോന്നി. ആ സഹോദരിയുടെ അല്പമായി എനിക്കുള്ളിൽ ദേഷ്യവും തോന്നി. എങ്കിൽ പോലും ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാന് അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാന് ഒരു സത്യാന്വേഷിയാകാൻ തുടങ്ങി. കാരണം എന്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. എല്ലാവരും പറയുന്നു ഒരു ദൈവമേ ഉള്ളൂ എന്ന്. പക്ഷെ എല്ലാവരും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതാണ് സത്യം. എന്റെ ദൈവമാണ് സത്യം എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. ദൈവമേ ഇങ്ങനെയാണെങ്കില് ഈ ഒരു സത്യ മാർഗ്ഗം ഏതാ? അല്ലെങ്കിൽ ദൈവം നിൽക്കുന്ന ആ സത്യസഭ ഏതാന്ന് എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് ഞാനിങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കർത്താവിനോട്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊച്ചിലെയും പള്ളിയിൽ പോയി ഇങ്ങനെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞാന് മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും തിരികത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിന്റെ പിന്നിൽ ഒരു ജീവനുള്ള ദൈവത്തെ എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ആ ദൈവവുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് സൗദി അറേബ്യക്ക് പോകാൻ അവസരമുണ്ടായി. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു വരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോള് സൗദി അറേബ്യയിൽ മിക്കവാറും ഞാൻ കാണുന്നത് ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് അനേകം വികാരി അച്ഛന്മാരും കന്യാസ്ത്രീമാരെയും പോലെയുള്ള ഡ്രസ്സ്. അവിടെ വസ്ത്രരീതി അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ആദ്യമേ ഇവിടെ എന്നാ അപ്പടി അച്ഛന്മാരും കന്യാസ്ത്രീമാരും ആണോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം എന്റെ ലോകപരിചയം അത്രയും കുറവായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് മുസ്ലിങ്ങളുടെ ആം, വ ഇത് ഡ്രസ്സിങ് അങ്ങനെയാണെന്നും അത് തന്നെയല്ല അവിടെ പള്ളിയും പട്ടക്കാരും ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കര ഭാരം തോന്നി. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു, "കർത്താവേ ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നിട്ട് നീ എന്താ ഇങ്ങനെ പള്ളിയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നതെന്ന്" ചോദിച്ച് ഞാനിങ്ങനെ പരാതി പറയാൻ തുടങ്ങി. അപ്പോഴൊന്നും എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ല. പിന്നെ അറിയാവുന്ന രീതിയിൽ നമ്മൾ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയാകുമ്പോൾ എന്നും നമ്മൾ ചൊല്ലും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ബൈബിളിനെ കുറിച്ച് അത്രയൊന്നും പരിജ്ഞാനമില്ല. കാരണം ഞാൻ ആയിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണല്ലോ പറയുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കത്തോലിക്കരിൽ ഭവനത്തിലാണെങ്കിലും പ്രാർത്ഥനകൾ നീട്ടി കൊന്തയൊക്കെ തിരുഹൃദയ കൊന്ത, അല്ലാത്ത കൊന്ത അങ്ങനെയൊക്കെ നീട്ടി ഞങ്ങൾ ചൊല്ലുമെങ്കിലും ബൈബിൾ ഞങ്ങൾ അധികം വായിക്കുമായിരുന്നില്ല. അപ്പം ബൈബിളിനെ കുറിച്ച് അത്രയും പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഞാന് ബൈബിളൊക്കെ എടുത്ത് അപ്പോഴും എന്റെ കയ്യിൽ ബൈബിളുണ്ട്. വല്ലപ്പോഴൊക്കെ എടുത്ത് സങ്കീർത്തനം ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വായിക്കും. അങ്ങനെ ഇരുന്നപ്പോള് ഫിലിപ്പീൻസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അവിടെ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ വന്നു. അപ്പൊ എന്റെ ഫ്ലാറ്റ്മേറ്റ് എന്നോട് പറഞ്ഞു, "നമുക്ക് അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോകാം" എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. ഒരു വലിയ ഹാളാണ് ഞങ്ങളുടെ തന്നെ ഹോസ്റ്റലിനകത്ത്. അപ്പൊ അവിടെ വെച്ച് അവരിങ്ങനെ ഗിത്താർ ഉപയോഗിച്ച് പാട്ട് പാടി പ്രാർത്ഥിച്ചു. എല്ലാവരോടും അവസാനം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പ്രാർത്ഥനയിൽ എന്തോ ഒരു ദൈവസാന്നിധ്യം അധികമായിട്ട് എനിക്ക് അനുഭവിക്കാൻ ഇടയായി. പക്ഷേ പിന്നീട് അവരുമായിട്ട് കാണാനൊന്നും ഇടയായില്ല. അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വിവാഹം നടന്നു. അതിനിടയിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളുമായി. അങ്ങനെ ഞങ്ങള് ആ ഇടയായപ്പോഴേക്കും ഞങ്ങൾക്ക് കരിസ്മാറ്റിക് ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ കണക്ഷൻ ഉണ്ടായി. അങ്ങനെ കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അവിടെയൊക്കെ കുറച്ചുകൂടി ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ ബൈബിൾ കൂടുതലായിട്ട് അറിയുവാനിടയായി. പക്ഷേ അപ്പോഴും അവിടെയും കത്തോലിക്കരുടേതായ എല്ലാ പ്രാർത്ഥനകളും അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും എന്തോ ഇനിയും എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോകുമ്പള് അപ്പൊ സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും 10 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 1½ മാസം അവധി കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റാ. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങള് നാട്ടിൽ പോവും. ആ വർഷം 1996 ആഹ് എനി 1995
ആ സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും നല്ല പനിയായിട്ട് തീരെ സുഖമില്ലാതെയായി. അപ്പൊ ആ പ്രാവശ്യം ഞങ്ങള് നാട്ടിൽ പോകണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ റൂമില് സോഫ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് കുഞ്ഞുങ്ങൾ 2 സോഫയിൽ കിടന്ന് അവരിങ്ങനെ മരുന്ന് കൊടുത്തും അവരെ തലയിലിങ്ങനെ സ്പഞ്ച് വെച്ചൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാ. അപ്പൊ ആ സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ ബൈബിള് വായിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചിന്ത തന്നു. അപ്പൊ ഞാനും വിചാരിച്ചു 1½ മാസം അവധിയുണ്ടല്ലോ. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തന്നെ എങ്ങും പോകാനും പറ്റത്തില്ല. അത് തന്നെയല്ല കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്ക് എങ്ങും പോകാനും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ബൈബിൾ വായിക്കാം. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് 1, 2 പ്രാവശ്യം ബൈബിൾ വായിക്കാൻ ശ്രമിച്ചതാ. ആദ്യം മുതലാണല്ലോ നമ്മൾ ഏത് പുസ്തകവും വായിക്കുമ്പോൾ തുടക്കം വായിക്കുന്നത്. അപ്പം ആദ്യ ഭാഗത്ത് വായിച്ചപ്പോൾ തന്നെ അബ്രഹാം, ഇസാക്കും ഒക്കെ അവരോട് കള്ളം പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടും മുന്നോട്ട് പോകുമ്പള് ലോത്തിന്റെ വിഷയമൊക്കെ വരുമ്പത്തേക്കും ഞാൻ പുസ്തകം അടച്ചു വെച്ച് ഇത് ശരിയാകത്തില്ല. ഇതെനിക്ക് വായിക്കാൻ താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ അടച്ചു വെച്ചതാ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു, ദൈവമേ ഞാന് വായിക്കാം. പക്ഷെ നീ ഏത് അർത്ഥത്തിലാണോ ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് ഗ്രഹിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ സത്യാന്വേഷണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പൊ ആ സമയങ്ങളിൽ ഡൽഹിയിൽ വെച്ച് ഞാനിങ്ങനെ ചില ഖുറാൻ എനിക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉള്ളത് കിട്ടി. അതൊക്കെ ഞാൻ വായിച്ചു. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ബൈബിളിന്റെ കഥകളൊക്കെ നമ്മള് പള്ളിയിൽ നിന്ന് പ്രസംഗം പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ബൈബിളിന്റെ എന്തൊക്കെയോ കഥകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളതായിട്ട് മനസ്സിലായി. പിന്നെ ഹിന്ദുക്കളുടേതായ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ബൈബിൾ അന്നൊന്നും ഞാൻ വായിച്ചില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കത്തില്ല. 45 ദിവസം കൊണ്ട് ആ കത്തോലിക്ക ബൈബിൾ ഞാൻ പൂർണ്ണമായി വായിച്ചു തീർത്തു. കത്തോലിക്ക ബൈബിളില് 72ഓളം പുസ്തകങ്ങളുണ്ട്. ആഹ് അത് എങ്ങനെ വായിച്ചു തീർത്തെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് എന്റെ ടിഷ്യൂ പേപ്പർ എല്ലാം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാ. കാരണം ആ ദൈവ സ്നേഹം എന്നിലങ്ങ് നിറഞ്ഞിട്ട് 8, 9, 10 മണിക്കൂറൊക്കെയാ ഞാൻ ബൈബിൾ വായിക്കുന്നത്. അപ്പം എനിക്ക് ആ സന്തോഷം, എനിക്ക് ഭയങ്കരമായ സന്തോഷം. കർത്താവ് ഇങ്ങനെ ഒരു പിതാവ് ഒരു കൊച്ചിനെ ഇങ്ങനെ ഒരു തോട്ടത്തിൽ കൂടി കൈപിടിച്ച് നടത്തുമ്പോ ഇത് കണ്ടോ, അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കാണിക്കുന്നത് പോലെ എന്നെ ഇങ്ങനെ ആ ബൈബിളിൽ കൂടി തുടക്കം മുതല് ഒടുക്കം വരെ കർത്താവ് ഇങ്ങനെ കരം പിടിച്ച് നടത്തി എനിക്കെല്ലാം മനസ്സിലാക്കി തരുവാ. അപ്പൊ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഞാൻ ചോദിക്കുക, കർത്താവേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ എന്നോട് ഞാൻ ചോദിക്കുന്ന ഓരോ സംശയങ്ങളും, എന്റെ ഹൃദയത്തിൽ വരുന്ന ഓരോ സംശയങ്ങളും ഞാൻ ചോദിക്കുമ്പം എന്നോട് പറയും, "നീ പുസ്തകം തുറക്ക്." ഉടനെ ഞാൻ തുറക്കുമ്പം ഞാൻ എന്ത് ചോദിച്ചോ അതിന്റെ മറുപടി എനിക്ക് വചനത്തിൽ നിന്ന് കിട്ടുവാ. അപ്പം അങ്ങനെ എന്നെ കർത്താവ് പഠിപ്പിച്ചോണ്ട് പോയി. പ്രത്യേകിച്ച് ഞാന് കത്തോലിക്ക സഭയിലൊക്കെ ഉള്ളപ്പോ 10 കൽപ്പനകൾ അതെന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു അത് വായിച്ചപ്പം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന 10 കൽപ്പനകളിൽ ഒന്ന് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2 ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. 3 കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4 മാതാപിതാക്കളെയും ബഹുമാനിക്കണം. 5 കൊല്ലരുത്. 6 വ്യഭിചാരം ചെയ്യരുത്. 7 മോഷ്ടിക്കരുത്. 8 കള്ളസാക്ഷി പറയരുത്. 9 നിന്റെ ഭാര്യയെ മോഹിക്കരുത്. 10 നിന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇതാണ് 10 കൽപ്പനകള്. പക്ഷെ ഞാന് ഈ പുറപ്പാട് പുസ്തകം വായിച്ചപ്പോൾ ഒന്നാമത്തെ കൽപ്പന തന്നെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും രൂപമോ സാദൃശ്യമോ പ്രതിമയോ ഒന്നും ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ വണങ്ങുകയോ ചെയ്യരുത്. അത് ഒരു വലിയ കൽപ്പനയായിട്ട് പറഞ്ഞു. അത് അവിടെ മാത്രമല്ല, പല പുസ്തകങ്ങളിലും വിഗ്രഹാരാധനയെ ദൈവം വെറുക്കുന്നതായിട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. കാരണം ഞാന് ഈ വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി നിന്ന് പൂവിടുകയും മെഴുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും തൊട്ടുമുത്തും ഒക്കെ ചെയ്യുന്നതാ. അപ്പൊ അന്നാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛന്മാരോടും കന്യാസ്ത്രീമാരോടും എനിക്ക് ദേഷ്യം തോന്നി. ഞാൻ വിചാരിച്ചു, ഞാൻ ഈ 45 ദിവസം കൊണ്ട് വായിച്ചപ്പോൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായെങ്കിൽ 8, 9 വർഷം പഠിച്ചിട്ടാണ് അവർക്ക് ഈ ഓർഡിനേഷൻ കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവരിതൊന്നും ജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഭാരം എന്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ അന്ന് മുതല് ഞാനിങ്ങനെ കൂടുതലായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അങ്ങനെയാണെങ്കില് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. നിനക്കെല്ലാം അറിയാലോ. നീ ഒരു കാര്യം ചെയ്യ്. എന്നെ കൈ പിടിച്ചെന്നെ നടത്ത്. ഞാൻ ദേ വിട്ടു തന്നിരിക്കുന്നു എന്നെ. നീ എന്റെ കൈ പിടിച്ച് എന്നെ നടത്ത്. ഞാൻ പോകേണ്ടുന്ന വഴിയിൽ എന്നെ നടത്താൻ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എന്തോ ആവശ്യത്തിന് പോയി. അപ്പൊ അവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ സമയം
ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തോട് കയറിയിരുന്ന് പ്രാർത്ഥനയിൽ അവരും വിളിച്ച് അകത്തിരുത്തി. അങ്ങനെ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, "അതൊരു നല്ല ലൈവ്ലി പ്രെയർ ആയിട്ട് എനിക്ക് തോന്നി. അവരെന്നെ അടുത്ത സൺഡേയിലോട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്" പറഞ്ഞു. അപ്പൊ ഞാന് ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണല്ലോ ഈ വിഷയം എന്താണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു സമ്മതിച്ചു. പക്ഷെ ആ പിറ്റത്തെ ഞായറാഴ്ച ഞങ്ങളുടെ കരിസ്മാറ്റിക്കിന്റെ ഒരു വലിയ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ആളുകളെല്ലാം കൂടെ കൂടി സൗദി അറേബ്യയിലുള്ള എല്ലാ ഗ്രൂപ്പുകളും കൂടെ കൂടി വലിയൊരു കൺവെൻഷൻ പോലെ നടത്തുന്ന ഒരു സമയം. അപ്പം അവിടെ പോകാതിരിക്കാനും എനിക്ക് വയ്യ. എനിക്ക് അവിടെ പോണം. അപ്പം ഞാനിങ്ങനെ വീണ്ടും കർത്താവിനോട് ചോദിച്ചു, "കർത്താവേ, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? അവിടേക്ക് പോകണോ അതോ ഈ പറഞ്ഞ പുതിയ സ്ഥലത്തേക്ക് പോകണോ?" എന്ന് ചോദിച്ചപ്പം പുതിയ സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നോട് ഇടപെട്ടു. അങ്ങനെ ഞങ്ങള് അവിടെ പോവാണ്. അപ്പം സൗദി അറേബ്യയിൽ എന്ന് പറയുമ്പം ഇന്നത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെ പരസ്യമായി പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. പ്രാർത്ഥനയൊക്കെ ഓരോ വീടുകളിൽ കൂടി അങ്ങനെ വലിയ ഹോളുള്ള വീടുകളിൽ കൂടിയാണ് പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ നടത്തുന്നതും വളരെയധികം സീൽ ചെയ്തും പോകുമ്പളും വരുമ്പളും ഒക്കെ 1ഉം 2ഉം പേര് മാത്രമായിട്ട് പോയി കൂട്ടം കൂടി പോകാതെ വളരെ ശ്രദ്ധയോട് കൂടിയാണ് ഞങ്ങളങ്ങനെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈ ഭവനത്തിനകത്ത് ഒരു വലിയ ഹോളാണ് ആ ഭവനത്തില്. അപ്പൊ അതിനകത്ത് ചെന്നിരുന്നപ്പോ എനിക്ക് ആരെയും പരിചയമില്ല. ഞാനവിടെ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം മുതല് അന്തരീക്ഷത്തിൽ എന്തോ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്റെ ഉള്ളിൽ സങ്കടമൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ ഞാന് മറ്റാരും കണ്ടു കഴിഞ്ഞാൽ അവരോർക്കില്ലേ ഞാൻ എന്തേലും വഴക്കിട്ടിട്ട് വന്നിട്ട് കരയുമെന്ന്. അതുകൊണ്ട് ഞാന് എന്റെ ഷോള് തലയിലോട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ എന്റെ കണ്ണീകൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാ. അപ്പം അവിടെ സർവീസ് തുടങ്ങി. 1, 2 പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞേച്ച് സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ദേവദാസൻ ഇങ്ങനെ ആഹ് ആഹ് സംസാരിക്കുവാ. അപ്പം അതിനകത്ത് പറയുന്നത് പണ്ടേയുള്ള കഥകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ എന്നുള്ളൊരു ഭാഗമാ. അപ്പം അതൊക്കെ കത്തോലിക്ക സഭയില് ഞങ്ങള് ഈ ഉയിർപ്പ് ഞായറാഴ്ച ഞങ്ങളിങ്ങനെ പ്രദക്ഷിണമായിട്ട് രാത്രിയില് ഇങ്ങനെ വന്നിട്ട് അച്ഛനിങ്ങനെ വലിയൊരു കുരിശുണ്ട്. ആ കുരിശും കൊണ്ട് ഇങ്ങനെ ഈ വാതിലിൽ മുട്ടുമ്പം പറയുന്ന വാക്കുകളാണിത്. അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോള് വ്യത്യസ്തമായ രീതിയിലാ അവിടെ അത് ഇന്റർപ്രറ്റ് ചെയ്തത്. അപ്പൊ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കാണ് എന്റെ ഭർത്താവിനേക്കാളും കൂടുതൽ ഭക്തി എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ആ സമയത്ത് ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, "കർത്താവേ, എന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം ഞാനാണെങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു" എന്ന് പറഞ്ഞ് ഞാൻ ആ സമയം എന്നെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു പാസ്റ്ററാണ് എഴുന്നേറ്റ് നിന്ന് മെയിനായിട്ട് വചനം പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്ററെ കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ വിസിറ്റിംഗ് വിസായിൽ നാട്ടിൽ നിന്ന് വന്നതായിരുന്നു. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞ മറ്റു ഭാഗങ്ങളൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് എന്നെ സ്പർശിച്ചത് ആം, യാക്കോബുമായിട്ട് യാബോക്ക് തീരത്ത് നിന്നുകൊണ്ട് ദൈവവും യാക്കോബുമായിട്ടൊരു മൽപ്പിടുത്തം ചെയ്യുന്ന ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഉടനെ പറയുവാണ്, "കർത്താവേ, ഞാന് ഇവിടെ വന്നിരുന്നപ്പം മുതൽ ഒരു വ്യത്യസ്തത ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആഹ് എന്തോ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാന് യാക്കോബിനെ പോലെ ഞാൻ നിന്നോട് പറയുവാ, ആഹ് നീ യാക്കോബ് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാനും പറയുവാണ് അവിടെ ഇരുന്നുകൊണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ടെങ്കിൽ അത് ഇന്ന് എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം." അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ പറയുവാ. അങ്ങനെ ഇരുന്നപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറയുകയാണ്, "ആർക്കെങ്കിലും രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറയാ." അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ആരോ എന്നെ പിടിച്ച് ഉയർത്തുന്ന പോലെ ഞാനങ്ങ് ചാടി എഴുന്നേറ്റു. ആഹ് ആ സമയത്ത് ഒരു വല്യ പ്രകാശഗോളം ഇങ്ങനെ മുകളിൽ നിന്ന് വന്നിട്ട് എന്റെ തലയിലോട്ട് ഇങ്ങനെ ഇറങ്ങുക. ഇറങ്ങിയിട്ട് ആ പ്രകാശഗോളം ഒരു 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 സ്നേഹമായിട്ട്, അതായത് ഒരു സന്തോഷമായിട്ട് എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ ഹൃദയത്തിലകത്തങ്ങ് നിറഞ്ഞിട്ട് എൻ്റെ 2 കൈകളിലൂടെ ഇങ്ങനെ അത് ഒഴുകുക. അപ്പം ആ സമയത്ത് ആ ദേവദാസൻ എന്തൊക്കെയോ പ്രവചനാത്മാവിൽ എന്നോട് സംസാരിച്ചു. അതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ആ സമയത്ത് കാണുന്നത് ദൈവം ഉയിർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതാ ഞാൻ കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ അറിയാതെ ഹല്ലേലൂയ എന്നിങ്ങനെ അങ്ങ് നീട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഹല്ലേലൂയ അങ്ങ് നീട്ടി നീട്ടി ഒച്ചയിൽ പറയുക.
അപ്പൊ ഞാൻ വിചാരിക്കുക ഞാനൊരു സദസ്സിന്റെ മധ്യത്തിലാണല്ലോ നിൽക്കുന്നത്. ഇത് ശരിയല്ലല്ലോ ഞാനിങ്ങനെ ഒച്ച വെക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് അത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. എനിക്കത് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാന് എഴുന്നേറ്റ് നിൽക്കുമ്പോ തന്നെ എന്റെ ശരീരം അങ്ങ് വിറച്ചിട്ട് എന്റെ ഈ മാംസപേശികളൊക്കെ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത് എനിക്ക് കാണാം. എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാം. ആ സമയത്ത് ഞാനിങ്ങനെ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ കൊച്ചു കൊച്ചിങ്ങനെ കാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഊതുന്നത് പോലെ ഇങ്ങനെ ഈ കാറ്റ് എന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഊതി നടക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഞാൻ ആ ദിവസം മുഴുവൻ അനുഭവിച്ചത്. എന്റെ ജീവിതത്തില് ഇന്നും എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം ഏതാന്ന് ചോദിച്ചാല് അത് 1996 മാർച്ച് 6. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പം അന്നത്തെ ദിവസം അത് എന്റെ ഭർത്താവിനും മനസ്സിലായി എന്നിലുള്ള മാറ്റം. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പൊ പിറ്റത്തെ ആഴ്ച എന്നോട് പറഞ്ഞു, "ഓക്കെ നമുക്ക് വീണ്ടും അവിടെ തന്നെ പോകാമെന്ന്" പറഞ്ഞു. അപ്പം ഞങ്ങള് വീണ്ടും അവിടെ തന്നെ പോവുക. അപ്പം അന്ന് വേറൊരു വീട്ടിൽ വെച്ചാ നടക്കുന്നത്. ആ വീട്ടിലല്ല. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ കർത്താവിനോട് ഉള്ളി പറയുക, "ദൈവമേ നീ എന്നെ ഇത്രയും വരെ നീ നടത്തി. ഒരു കാര്യം കൂടെ ഞാൻ നിന്നോട് ചോദിക്കുക. ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്കാ സഭയിലാ. അതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് വാഴക്കുളത്താ. ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലാ. അപ്പൊ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് മറ്റൊരു സഭയിലേക്കാ. അപ്പൊ ഞാൻ എവിടെ നിൽക്കേണ്ടത്? ഞാൻ ജനിച്ചു വളർന്നിടത്ത് നിൽക്കണോ? അതോ ഞാൻ എന്റെ ഭർതൃഗൃഹത്തിൽ നിൽക്കണോ? അത് നീ എനിക്ക് വ്യക്തമായി ഇന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി താന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടാ ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് പോകുമ്പോ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അവിടെ ചെന്നു ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ആ ദേവദാസൻ റൂത്തിന്റെ വിഷയം അവിടെ കേറി വരേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ഇതിന്റെ മധ്യത്തില് എന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ആ പാസ്റ്റർ പറയുവാണ്, "റൂത്ത് അവളുടെ അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്നതുപോലെ നീ നിൽക്ക" എന്ന്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി എനിക്ക് കിട്ടി. നടുങ്ങിപ്പോയി ഞാനത് കേട്ടപ്പോൾ. ഞാൻ പുറത്തെന്നെ പറഞ്ഞു, "കർത്താവേ, ഇനി ഞാൻ നിന്നോട് ഒന്നും ചോദിക്കത്തില്ല. ഇന്നു മുതല് ഞാൻ നീ പറയുന്ന വഴിയിൽ തന്നെ നടക്കുള്ളൂ. ഇനി ഞാൻ പുറകോട്ട് പോകത്തില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും." അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു. പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അന്ന് മുതല് ശക്തമായി എന്റെ ജീവിതത്തില് എതിർപ്പുകൾ വരാൻ തുടങ്ങി. എങ്കിലും ആദ്യത്തെ 2 വർഷം ഞങ്ങള് വളരെ അധികം സന്തോഷം. ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ അവിടെ തേഴ്സ്ഡേ ഈവനിങ്ങിലും ഫ്രൈഡേ മോർണിംഗിലും അവിടെ പ്രെയർ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് വീട്ടിലെ പണികളെല്ലാം ഒരുമിച്ച് തീർത്തിട്ട് പിള്ളേരെല്ലാം കുളിപ്പിക്കാൻ ഹസ്ബൻഡൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങള് പാട്ട് പാടി ആരാധിച്ചുകൊണ്ട് ആ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെ അത്രമാത്രം സ്വർഗീയ സന്തോഷം അനുഭവിച്ച് 2 വർഷം കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പളാ 2000-ല് ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ എന്റെ മാതാവും പിതാവും മരിച്ചുപോയി കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും. അദ്ദേഹത്തിന്റെ മാതാവിന്റെയും പിതാവിന്റെയും 50-ാമത്തെ വെഡിങ് ആനിവേഴ്സറി വരുവാ. അപ്പം എന്നോട് പറഞ്ഞു, "ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ വെഡിങ് ആനിവേഴ്സറി ഇച്ചിരി വിപുലമായിട്ട് നടത്താം. എന്നിട്ട് നമുക്ക് 2, 3 പാസ്റ്റർമാരെയൊക്കെ വിളിച്ചൊരു കൺവെൻഷൻ പോലെ അങ്ങ് നടത്താം. അപ്പൊ നമ്മുടെ ഇരു കൂട്ടരുടെയും ഭവനത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെയും വചനം കേൾക്കുമല്ലോ" എന്ന് പറഞ്ഞ് വളരെയധികം ഉത്സാഹത്തോടെയായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാ. അപ്പൊ നല്ല നല്ല പാട്ടുകൾ കിട്ടുന്നത് ആ നല്ല പാട്ടുകളെയൊക്കെ സെലക്ട് ചെയ്ത് പ്രത്യേകമായിട്ട് ഒരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ടാക്കി അത് അവരുടെ കമ്പനിയിൽ തന്നെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രിന്റ് ചെയ്ത് അത് പല ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെയും ഞങ്ങൾ കൊണ്ടു കൊടുക്കുമായിരുന്നു. അതുപോലെ ഈ നല്ല ബൈബിളിന്റെ നല്ല സ്റ്റോറീസ് ഉള്ള സീഡികളൊക്കെ കോപ്പി എടുത്ത് അതൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ വളരെയധികം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അതിനിടയില് ഞങ്ങള് നാട്ടിൽ മേടിച്ച ഒരു 2 നിലയുള്ള കെട്ടിടം അത് ഞങ്ങളൊരു പാസ്റ്ററിന് ഞങ്ങള് മാതാപിതാക്കൾ അറിയാതെ അവർക്ക് പാസ്റ്റർക്ക് അവിടെ വന്ന് അവിടെ ആ ദേശത്ത് വേല ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്ററിനെ അവിടെ ആക്കി. അപ്പം ഞങ്ങള് കൊടുക്കുന്ന പൈസ അവിടെ കൊണ്ടോയി മാതാപിതാക്കളുടെ കയ്യിൽ വാടക പോലെ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ തുടങ്ങിയതാ. പക്ഷേ അതിനിടയില് ഞങ്ങള് ഈ 50-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ക്ക് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഞങ്ങള് സഹോദരങ്ങളെയൊക്കെയും ഞങ്ങള് വിളിച്ചു. അവരൊക്കെയും പല സ്ഥലങ്ങളിലായിരുന്നവര് ആ സമയത്ത് ഒരുമിച്ച് വന്നുകൂടി. പക്ഷെ നാട്ടിൽ ചെന്ന് ഞങ്ങള് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോള് മാതാപിതാക്കൾക്ക് നേരത്തെ തന്നെ പെന്തിക്കോസ്തുകാരോട് ഭയങ്കര ദേഷ്യമാണ്. ആ ഏരിയയിൽ പെന്തിക്കോസ്തുകാർ അധികം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും വളരെ പാവപ്പെട്ട കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഭയങ്കര ദേഷ്യം അവരോട്. അവിടെ
നല്ല അഭിപ്രായമല്ല പെന്തിക്കോസുകാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ പെന്തിക്കോസ് ആരാധനയിലാണ് പോകുന്നത്. പാസ്റ്റർമാർ വിളിക്കുന്ന കാര്യം കേട്ടപ്പോൾ മനസ്സിലായി. പറഞ്ഞു ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്ത് അത് ചെറുതായിട്ട് ഭവനത്തിലുള്ളവർ മാത്രം ചേർന്ന് ആ വെഡിങ് ആനിവേഴ്സറി നടത്തി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് സൗദി അറേബ്യക്ക് പോന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. എപ്പളും ദേഷ്യപ്പെടുന്നു. ഞങ്ങൾ തമ്മിൽ പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വഴക്കായി. എന്ത് കാര്യം പറഞ്ഞാലും അവസാനം വന്നു നിൽക്കുന്നത് പെന്തിക്കോസ്തുകാർ പാസ്റ്റർമാരുടെ പേരും പറഞ്ഞുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങളായി. ഒരിക്കൽ പോലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതായി. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങള് ലേഡീസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഒരു പാസ്റ്റർ 2000 2001 അപ്പൊ എന്നെ ജനുവരി മാസത്തിൽ ഇങ്ങനെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഒരു പുതിയ ദേശത്തേക്ക് ദൈവം നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഒരു മാറ്റം നിനക്ക് തരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനത് മുഖവിലേക്ക് എടുത്തില്ല. കാരണം ആ സമയത്ത് ഒത്തിരി പേര് അമേരിക്കയ്ക്കും യുകെക്കും ഒക്കെ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോമൺ കാര്യമായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു പ്രാധാന്യം കൊടുത്തില്ല. ഞാൻ ശ്രമിച്ചുമില്ല. കാരണം ഞങ്ങൾക്ക് ഇനി മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങളെ ഇളയ മക്കളായതുകൊണ്ട് നാട്ടിൽ പോയി മാതാപിതാക്കളോടൊപ്പം സെറ്റിൽ ചെയ്യാനായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതിനിടയ്ക്ക് പെട്ടെന്ന് വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പല കാര്യങ്ങളും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്, കൃത്യമായിട്ട് 2002 10-ാം മാസം ഞാൻ നിനക്കൊരു പുതിയ പേരും പുതിയ അഡ്രസ്സും തരുന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം മറ്റേ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എന്നെ അറിയത്തില്ലാത്ത 2 പേർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം ദൈവമാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ തീരുമാനമെടുത്തു. ഓക്കെ, കർത്താവ് പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ സ്റ്റെപ്പ് എടുക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ എല്ലാ വർഷവും കോൺട്രാക്ട് റിന്യൂ ചെയ്യണം. അപ്പം റിന്യൂ ചെയ്യുന്ന ഡേറ്റിന് ഒരു 4 മാസം മുമ്പ് ഞങ്ങൾക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്യണം. അതല്ലെങ്കിൽ 5 മാസം മുമ്പ് റെസിഗ്നേഷൻ കൊടുക്കണം. അങ്ങനെയാണ് അവിടുത്തെ രീതി. അപ്പം ആ സമയമായപ്പം ഞാന് എൻ്റെ ഭർത്താവിനോട് പോലും പറയാതെ ഞാനങ്ങ് റെസിഗ്നേഷൻ കൊടുത്തു. കാരണം ദൈവം പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ പൂർണ്ണമായി വിശ്വസിച്ചു. അത് കഴിഞ്ഞ് അപ്പൊ അതിനുള്ളില് UKCC രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് യുകെയിൽ നിന്നിടെ ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു രീതികളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെറുതെ ഒരു രജിസ്ട്രേഷൻ കിടന്നോട്ടെ, പോകാനുള്ള ആഗ്രഹത്തോടെ അല്ല, വെറുതെ എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ഞാനും എടുത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പള് 2 മാസം കഴിഞ്ഞു. ഒന്നും നടക്കുന്നില്ല. പിന്നെ 2 മാസമൂടെ പിന്നെ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, "ഞാനിങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തു കേട്ടോ" എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, "അതെന്താ എന്നോട് പറയാതെ അങ്ങനെ പെട്ടെന്ന് കൊടുത്തേ?" എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, "കുറച്ച് നാളായല്ലോ. അപ്പൊ ഈ പാസ്റ്റർ പറഞ്ഞ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, "കുറച്ച് നാളായല്ലോ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. ഒരു മാറ്റം നല്ലതാന്ന് മനസ്സിൽ തോന്നി" എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അവിടെ കിങ് ഫെയ്സൽ, കിങ് ഖാലിദ് അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലുള്ള, അതായത് അവര് അതിനകത്ത് കൂടുതലായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറിയുമുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അവിടെ പോകാനായിരിക്കും എന്ന് കരുതി. പെട്ടെന്ന് അവിടെ നിന്നൊക്കെ പോയി എനിക്ക് ആപ്ലിക്കേഷൻ ഫോം മേടിച്ചുകൊണ്ട് തന്നു. ഞാൻ അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷെ ഒരിടത്തുനിന്നും എനിക്ക് കിട്ടിയില്ല. ഒരിടത്തുനിന്ന് എനിക്ക് ഇന്റർവ്യൂ വന്നു. പക്ഷെ ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായില്ല. അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു 1.5 മാസം കഷ്ടിയേ ഉള്ളൂ. അപ്പം ഞാൻ അതിനു മുമ്പ് എൻ്റെ കൂടെ ഞാൻ പീഡിയാട്രിക് ഐസിയുവിലാണ് അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് യുകെക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. പക്ഷെ ഇതുവരെ എനിക്ക് വേറെ ഒരിടത്തൊന്നും ആയില്ല. അവിടെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, "ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഞാനൊരു നമ്പർ തരാം. ആ നമ്പറിൽ വിളിക്ക്. അദ്ദേഹം ഇങ്ങനെ ഈ അഡാപ്റ്റേഷൻ ഒക്കെ ചെയ്ത് നഴ്സുമാരെ എടുക്കുന്നതാണെന്ന്" പറഞ്ഞു. അങ്ങനെ ഒരു നമ്പർ എനിക്ക് തന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ ആ മനുഷ്യൻ ഫോൺ എടുത്തു. എന്നിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, "ഓക്കെ, ഞാന് ഞാൻ സാറ്റിസ്ഫൈ ആണ് നിന്റെ സംസാരത്തിൽ നിന്ന്. അതുകൊണ്ട് പെട്ടെന്ന് നിന്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞ് £500 അന്ന് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിൽ കൂടി അതൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ ദൈവം എന്നോട് എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ 2002 നവംബർ മാസം 10-ാം തീയതി
42 ഓക്ലി അവന്യൂ എന്നുള്ള ലണ്ടനിലുള്ള ഒരു അഡ്രസ്സിൽ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പം പോവാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ഫ്രണ്ടിനും ആ സമയത്ത് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ 2003 ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്തു. 2002 കയറി പോകാതെ. അങ്ങനെ ആ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് നാട്ടിൽ വന്നു. അവരെ അവിടെയുള്ള സ്കൂളിൽ ചേർത്തു. എന്നിട്ട് 2003 ജനുവരി 17-ാം തീയതി ഞാൻ ആദ്യമായിട്ട് യുകെയിൽ വന്നിറങ്ങാൻ ദൈവം എനിക്ക് സാഹചര്യം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അഡാപ്റ്റേഷൻ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജോലി നോക്കണം. ആ സമയത്ത് ഞാനിങ്ങനെ അപേക്ഷിച്ചപ്പോൾ എനിക്ക് 2 സ്ഥലത്തുനിന്ന് കിട്ടി. ഞാൻ പീഡിയാട്രിക് ആണ് എക്സ്പീരിയൻസ് എങ്കിലും എനിക്ക് ആ സമയത്ത് അവിടെ 1 ഇയർ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ചെയ്താലേ പീഡിയാട്രിക്കിൽ യുകെയിൽ കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വേറെ എവിടെയെങ്കിലും കിട്ടുന്നിടത്താകട്ടെ, അല്ലാതെ നമുക്ക് ജീവിക്കണമല്ലോ. അങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് ലണ്ടനിലും ഒരു ഇത് കിട്ടി. ഒന്ന് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ വാൾസാൾ ഹോസ്പിറ്റലിലും കിട്ടി. അപ്പോഴേ ഞാൻ ചോദിച്ചു, അപ്പം ലണ്ടനിൽ കിട്ടിയിരിക്കുന്ന ഇ ഗ്രേഡാണ്, ഇത് ഡി ഗ്രേഡാ. അപ്പം ലണ്ടനിൽ കുറച്ചുകൂടെ സാലറി കൂടുതൽ കിട്ടും. അപ്പം ഞാൻ വീണ്ടും കർത്താവിനോട് ചോദിച്ചു, ഞാൻ എവിടെ പോകണമെന്ന് കർത്താവ് നിനക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് വാൾസാളിൽ പോകാനാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ചിന്ത തന്നത്. അങ്ങനെ വാൾസാളിൽ വന്ന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇന്റർവ്യൂവിന് ICUയിലാണ് എനിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചത്. എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ നന്നായി ഇന്റർവ്യൂ ചെയ്തു. പക്ഷേ എനിക്ക് വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, നിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് 15 പേരുണ്ട്. അതുകൊണ്ട് ഒരു കുറച്ച് ദിവസം അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ വത്സാലിന് വന്നത്, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ കിട്ടാത്തെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 ആഴ്ച അവധി പറഞ്ഞത്. അപ്പോൾ 14-ാം ദിവസം എന്നെ അതിൻ്റെ മേറ്ററായിട്ടുള്ള വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറയാണ്, മേരി സോ സോറി, നിനക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരാളെ വേണ്ടൂ. അപ്പം നിന്നേക്കാൾ കൂടുതൽ ക്വാളിഫൈ ആയിട്ടുള്ള ആളെ ഞങ്ങൾ എടുത്തു. പക്ഷെ നിന്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് തടയാനും പറ്റുന്നില്ല. അതുകൊണ്ട് നിന്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഫോർവേഡ് ചെയ്യാം. അവിടെ വന്ന് നീ അവിടുത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. യെസ് ഓർ നോ പറഞ്ഞ് ഞങ്ങൾക്ക് തീർത്താൽ മതി. പക്ഷേ ദൈവം അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് വീണ്ടും എൻ്റെ ആപ്ലിക്കേഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് വിട്ടു. അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഇന്റർവ്യൂവിന് വിളിച്ചു. ആ ഇന്റർവ്യൂ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് അറിയില്ലാത്തൊരു ഫീൽഡായിരുന്നു അത്, എൽഡർലി മെഡിസിൻ. എങ്കിലും കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ പോയി. പക്ഷേ ദൈവം എനിക്ക് അവിടെ ജോലി തന്നു. അങ്ങനെ വാൾസാളിൽ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ 2004 മാർച്ച് 15-ാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷമല്ല, ഒരു മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഫാമിലിയും വന്ന് എന്നോട് ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങള് അതിനിടയിൽ ദൈവം ഞങ്ങൾക്കൊരു മോർഗേജ് ഭവനമൊക്കെ എടുക്കാനായിട്ട് ഒരുക്കി. അങ്ങനെ ഒരു ഭവനമൊക്കെ വാങ്ങിച്ച് ഞങ്ങള് സന്തോഷമായിട്ട് ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോഴും എങ്ങും പോകുന്നില്ല. കാരണം കത്തോലിക്കരുടെ, എൻ്റെ ഭർത്താവ് ഇപ്പം ഇടയ്ക്ക് കൂട്ടുകാർ പലരും വന്ന് കത്തോലിക്ക പള്ളിയിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൂട്ടി അദ്ദേഹം 1-2 ദിവസം സൺഡേയിൽ വേറെ എങ്ങും പരിചയമില്ലാത്തതുകൊണ്ട് പോകാനില്ല. അപ്പം അവിടെ പോയി. പക്ഷെ എനിക്ക് പോകാൻ മനസ്സ് തോന്നിയില്ല, ഞാൻ പോയില്ല. അങ്ങനെ ഇരുന്ന് 2005 പെട്ടെന്ന് ഫാദർ-ഇൻ-ലോ പെട്ടെന്ന് മരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് മരണകാരണമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് മരിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് അവധിയില്ല, പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളും വന്ന് സെറ്റിലായതേ ഉള്ളൂ. വീടൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അപ്പൊ അദ്ദേഹം മാത്രം പോയി. അങ്ങനെ പിന്നെ മാതാവ് തന്നെ ഉള്ളതുകൊണ്ട് 2-3 മാസക്കാലം മാതാവിന്റെ കൂടെ നിന്നു. അപ്പൊ ഞാനും പറഞ്ഞു, അമ്മ പെട്ടെന്നൊരു ഷോക്കിലല്ലേ, അപ്പം മക്കളാരെങ്കിലും കൂടെ വേണം. അതുകൊണ്ട് നിന്നോ, ഞാൻ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിന്നു. അങ്ങനെ ഒരു 3-3.5 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിൽ സ്വഭാവങ്ങൾ വളരെയധികം മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും. അതുപോലെ തന്നെ എവറി 3 മന്ത്സ് അല്ലെ 4 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ നാട്ടിൽ പോകും. പോയാലും അവിടെ 1-2 മാസം മാതാവിൻ്റെ കൂടെ നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അതിനിടയിൽ മാതാവിന് രാത്രികാലങ്ങളിൽ ഇങ്ങനെ വയ്യാത്ത ഫിറ്റ്സ് പോലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഒരാളെപ്പോഴും അടുത്ത് വേണമെന്നുള്ള അവസ്ഥയായി. അങ്ങനെ പിന്നെ കൂടുതലായിട്ട് നാട്ടിൽ നിൽക്കാൻ തുടങ്ങി. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ രീതിയിൽ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങി. അങ്ങനെ അത് വളരെയധികം നന്നായി ബൂം ചെയ്തു. അപ്പൊ പിന്നെ
ഇങ്ങോട്ട് വരണ്ട, നാട്ടിൽ നിന്നാൽ മതി. ഞങ്ങളെയും വിളിക്കാൻ തുടങ്ങി തിരിച്ച്. അപ്പം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ വീണ്ടും കത്തോലിക്ക പള്ളിയിലോട്ട് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. കാരണം അത്രമാത്രം ആത്മീയ സന്തോഷം അനുഭവിച്ചു പോകുമ്പോൾ എനിക്ക് വീണ്ടും അങ്ങോട്ട് പോകുന്ന അതെൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എനിക്കും പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇപ്പം കുഞ്ഞുങ്ങളുടെ ബേസിക് എക്സാം എഡ്യൂക്കേഷൻ എങ്കിലും കഴിയാതെ വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. അതിന്റെ പേരിൽ അല്പമായ ദേഷ്യമൊക്കെ എന്നോടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം അധികം വരാറായി. പിന്നെ വർഷത്തിലൊരിക്കൽ വരും, ഞങ്ങൾ വർഷത്തിലൊരിക്കൽ പോവും. അങ്ങനെ ആയി ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മോനെയും പിന്നെ അവൻ 9ാം ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ അവനെയും നാട്ടിൽ കൊണ്ടുപോയി അവിടെ ചേർത്തു. പിന്നെ ഞാനും മോളും തന്നെയാ ഇവിടെ. അപ്പം വളരെയധികം സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. കാരണം യുകെയിലെ എല്ലാവിധ ബില്ലുകള്, പിന്നെ ടാക്സുകള്, അങ്ങനെ ഒത്തിരി ഇവിടെ ജീവിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ഇൻഷുറൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ മോർഗേജ് അടയ്ക്കണം, കൗൺസിൽ ടാക്സ്, എല്ലാ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ഇൻഷുറൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അധികമൊന്നും മിച്ചമില്ല. അങ്ങനെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്ത് പോകുന്ന സമയമാണ്. എങ്കിലും കർത്താവ് നടത്തി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ 2012 അദ്ദേഹത്തിന്റെ മാതാവ് വളരെയധികം ഹോളിയായി. അപ്പൊ എന്റെ സഹോദരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, നീ ഇനി ഇങ്ങനെ നിന്നാ പറ്റത്തില്ല, നീയല്ലേ അമ്മയെ ശുശ്രൂഷിക്കേണ്ടത്, നീ അമ്മയുടെ അടുത്ത് വരണം, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുക അവസ്ഥയിൽ കിടക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഞാനങ്ങനെ എൻ്റെ ജോലി രാജിവെച്ച് ഞാൻ അമ്മയെ നോക്കുവാനായിട്ട് നാട്ടിലോട്ട് പോകുക. അപ്പൊ എൻ്റെ മോള് അന്ന് എ ലെവൽ കഴിഞ്ഞു. അപ്പം അത്യാവശ്യമായിട്ട് ചെറിയത് കുട്ടികൾക്ക് അന്ന് ഇങ്ങനെ 20 hours ഒക്കെ ജോലി ചെയ്യാം. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വന്തം കാലിൽ അവൾ നിൽക്കാറായി. അങ്ങനെ ചർച്ചില് അപ്പോഴത്തേക്കും ഞാൻ 2007 മുതൽ ഞാൻ ഒരു ചർച്ചിൽ പോകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ ചർച്ചിലുള്ള ദേവദാസന്മാരും സഹോദരങ്ങളും ഒക്കെയും വളരെയധികം അവളെ നന്നായി കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങനെ പോയി നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം 21 ദിവസത്തോളം ഞാൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ അമ്മയെ ശുശ്രൂഷിച്ചു. അങ്ങനെ 2 3 സ്പൂൺ പാല് മാത്രം കുടിച്ച് കട്ടിലേൽ ജീവശവം പോലെ കിടന്നിരുന്ന അമ്മ എഴുന്നേറ്റ് സിമ്മർ ഫ്രെയിം പിടിച്ച് നടക്കാനും അതുപോലെ എല്ലാവിധമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരമായി. പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രതികൂലം എനിക്ക് ആ ഭവനത്തിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ട ഒരു സ്വപ്നം എൻ്റെ ഓർമ്മയിൽ വന്നു. അപ്പൊ ഞാൻ ഈ 2012 നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ദൈവം എന്നെ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. അതായത് ഞാനിങ്ങനെ ഹോസ്പിറ്റലിന്റെ ഒരു കൊറിഡോറിൽ കൂടി ഇങ്ങനെ നടന്ന് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ത്രീ വെള്ളവസ്ത്രം ധരിച്ച് ഇങ്ങനെ വരുവാ. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് എന്നെ ആളെ മനസ്സിലായപ്പോ തന്നെ അവരുടെ കണ്ണിങ്ങനെ കിടന്ന് ഇങ്ങനെ വട്ടം കിടന്ന് കറങ്ങുന്നത് ഞാൻ കാണുവാ. നോക്കി നിൽക്കുമ്പോ തന്നെ അവരുടെ പല്ലിങ്ങനെ നീണ്ടു നീണ്ടു വരുന്നു. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ ഒരു യക്ഷിയാണല്ലോ അതെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ ഓടുമ്പം അവരിങ്ങനെ വേറൊരു പുരുഷനെ കൈ കാണിക്കുക എന്നെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് 2 സൈഡിൽ നിന്നും എന്നെ ചേസ് ചെയ്യുക. ഞാൻ എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ ഓടി 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 അവസാനം ഞാൻ പേടിച്ച് കണ്ണ് തുറക്കുക. അപ്പൊ അന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, നമ്മൾ പല സ്വപ്നങ്ങളും കാണുമല്ലോ, പക്ഷെ പല സ്വപ്നങ്ങളും നമ്മൾ നേരം വെളുക്കുമ്പോൾ നമ്മൾ മറന്നുപോകും. പക്ഷെ ദൈവം എന്നോട് സംസാരിക്കുന്ന ചില സ്വപ്നങ്ങൾ ഞാൻ ഇന്നും അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കാറുണ്ട്. അപ്പൊ അന്ന് ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സ്വപ്നമല്ലെന്ന്. അപ്പൊ ഞാൻ അന്ന് കർത്താവിനോട് ചോദിച്ചു, അപ്പൊ ഞാൻ എന്താ ഈ സ്വപ്നം കണ്ടത്, എന്താ അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നേരെ 2 ശക്തിയേറിയ ശക്തികൾ നിനക്ക് നേരെ നേർക്കുനേർ യുദ്ധമുണ്ടാവും. അതുകൊണ്ട് നീ ഒരുങ്ങി പ്രിപ്പയർ ആയിട്ട് നാട്ടിൽ പോവുക. അതാണ് എന്നോട് കർത്താവ് ആ സമയത്ത് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ പ്രതികൂലം ശക്തമായി ഉണ്ടായപ്പോൾ ഈ സ്വപ്നം എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അന്ന് മുതൽ ഞാൻ കൂടുതലായിട്ട് പിന്നെ ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ട്. അപ്പൊ ഒരു ദിവസം ഈ മാതാവ് തന്നെ ഇങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, അതാണ് എന്നെ ചിന്തിപ്പിച്ചത് തന്നെ. ഇങ്ങനെ എന്നോട് പറയുന്നത്, നീ മടങ്ങി വന്ന് മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ല എങ്കിൽ നിന്റെ കുടുംബം ഞാൻ തകർക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞാൻ തകർത്തു കളയുന്നു എന്നോട് ഇങ്ങനെ പറയാ ഭയങ്കര ശബ്ദത്തില്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് അമ്മയല്ല സംസാരിച്ചത്. ആ ദുഷ്ടശക്തി എന്നോട് നേർക്കുനേർ യുദ്ധം ചെയ്യാന്നുള്ളത് എനിക്ക് മനസ്സിലായി.
നമുക്കറിയാലോ ഏത് വ്യക്തിയിൽ കൂടിയും ദുഷ്ടന് പ്രവർത്തിക്കാൻ പറ്റും. അത് മനുഷ്യരുടെ ആരുടെയും കുറ്റമല്ല. നമ്മൾ ഒരു മനുഷ്യരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈവൻ കർത്താവിന്റെ കൂടെ നടന്ന പത്രോസിൽ കൂടി പോലും ദൈവത്തോട് പത്രോസിൽ കൂടി പിശാച് സംസാരിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അതുപോലെ ദൈവപുരുഷനായിരുന്നിട്ട് പോലും ദൈവപുത്രനായിരുന്നിട്ട് പോലും പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ വന്നു. അപ്പോൾ ഏത് വ്യക്തിയിൽ കൂടിയും എപ്പോ വേണമെങ്കിലും ദുഷ്ടൻ നമുക്കെതിരെ സംസാരിക്കും. അങ്ങനെ എന്നോട് നേർക്കുനേർ സംസാരിച്ചത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെയും കർത്താവ് എന്നോട് ഇങ്ങനെ വ്യക്തമായ ചില വചനങ്ങൾ എനിക്ക് തന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് കൂടെ ആ വചനം വായിച്ച് ബലപ്പെടാനും, അതുപോലെ ചില സമയങ്ങളിൽ പറയും 21 ദിവസം ഉപവസിക്കുക, ചിലപ്പോൾ പറയും 7 ദിവസം ഉപവസിക്കുക. അങ്ങനെ അവസാനം ഞാൻ കർത്താവിനോട് പരാതി പറയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് നേരെ ചൊവ്വെ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ എന്നെ എന്നും ഇങ്ങനെ ഉപവസിപ്പിക്കുന്നെ? എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊട്ട് മറുപടിയും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് വ്യക്തമായി പറഞ്ഞു, നിന്റെ വിഷയത്തിന് മറുപടി കിട്ടാനല്ല ഞാൻ നിന്നെ ഉപവസിപ്പിക്കുന്നത്. നീ കടന്നു പോകുന്ന തീച്ചൂളയിൽ എരിഞ്ഞു പോകാതെ നിൽക്കാനുള്ള കൃപ ലഭിക്കാനാണ് ഞാൻ നിന്നോട് ഉപവസിക്കാൻ പറയുന്നതെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ നീങ്ങി. അപ്പൊ അതിനിടയില് ഞാൻ എൻ്റെ 2012 പോന്നു. 13ലും 14ലും ഞാൻ എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓർത്തു ഇനി തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് പിന്നീട് 14 മുതൽ ഞാൻ എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പുതുക്കിയില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് 2015 എൻ്റെ മോൾക്കൊരു കല്യാണാലോചന വരികയാണ്. അപ്പം ആ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ എൻ്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി എതിർത്തെങ്കിലും പിന്നീട് ഓക്കെ കുഴപ്പമില്ല നടത്താം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ വിവാഹത്തിന്റെ ദിവസങ്ങൾ, മാസങ്ങൾ അടുത്ത് വന്ന് 2ഓ 3ഓ മാസം മാത്രമേ ഉള്ളൂ വിവാഹം നടക്കാൻ. ആ സമയമായപ്പോൾ മുതൽ ശക്തമായിട്ട് എതിർപ്പ് വന്നു. ഒരു തരത്തിൽ ഇത് നടത്തി തരത്തില്ല. കത്തോലിക്ക രീതിയിൽ കല്യാണം നടത്തിയാൽ ഇത് നടത്തി തരാം, അല്ലെങ്കിൽ ഇത് നടത്തി തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിന് ഇനി ഒരു കത്തോലിക്കയിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. എനിക്കും അങ്ങനെ അവളെ വിവാഹം കഴിച്ചുവിടാൻ താല്പര്യമില്ല. അത് കാരണം ദൈവവുമായിട്ട് അത്രയും സംസാരിച്ച് കർത്താവ് കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും നീക്കുന്നിടയ്ക്ക് ഇനി പിന്നോട്ട് പോകത്തില്ലാന്ന് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തത്. അതുകൊണ്ട് എനിക്ക് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോള് ശക്തമായ പ്രതികൂലം വന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ, എങ്ങനെ ഈ വിവാഹം നടക്കും? എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. എനിക്ക് നാട്ടിൽ ഇത്രയൊക്കെ പരിചയമുള്ളൂ. അപ്പൊ എന്റെ വീട്ടുകാരും എന്റെ സഹോദരങ്ങളും എല്ലാം എനിക്കെതിരായി. അവരൊക്കെ പറഞ്ഞു, എടീ, ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം ഭാര്യ. ഭർത്താവ് എന്ത് പറയണോ അതനുസരിക്കണം. അല്ലെങ്കിൽ നീ എന്തൊരു ഭക്തിയാ, അല്ലെങ്കിൽ നീ എന്തൊരു ക്രിസ്ത്യാനിയാ? ഭർത്താവിനെ ധിക്കരിച്ച് നടക്കുന്നവള് ക്രിസ്ത്യാനിയാണ്, എങ്ങനെയൊക്കെ ചോദിച്ച് എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ ഞാൻ ബുദ്ധിമുട്ടുവാ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എങ്ങനെ ഈ കല്യാണം നടത്തുംന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്നോട് വ്യക്തമായി പറഞ്ഞു, നീ ഭയപ്പെടണ്ട. ഈ വിവാഹം നടത്തുന്നത് നീയല്ല, ഇത് ഞാനാ നടത്തുന്നതെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞപ്പം എനിക്ക് ബലമായി. പിന്നീട് ഞാനിങ്ങനെ പാട്ടുപാടി ആരാധിച്ചും പ്രാർത്ഥിച്ചും എന്നോട് എഴുതി വെക്കാൻ പറഞ്ഞ വചനങ്ങളൊക്കെ എഴുതി വെച്ച് ആ വചനങ്ങൾ വായിച്ച് ഞാൻ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആ വിവാഹം എങ്ങനെ നടന്നെന്ന് എനിക്കിന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ആയിരിക്കുന്ന യുകെയിലുള്ള ദൈവസഭയിലുള്ള ദേവദാസന്മാര്, അവിടെയുള്ള എല്ലാ വിശ്വാസികളും, പിന്നെ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബം, അവരെല്ലാം അതുപോലെ നാട്ടിലുള്ള പാസ്റ്റർ. അപ്പൊ ആ ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് തുടങ്ങി അവിടെ നാട്ടിലുള്ള ഒരു സഭയുമായിട്ട് ഞങ്ങൾക്ക് പോകാനിട വന്നു. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. എന്റെ സാഹചര്യങ്ങൾ പറയാൻ പോയാല് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകാൻ അവിടെയും അവസരം ഉണ്ടാക്കി. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഞങ്ങളെ നടത്തി. അങ്ങനെ ആ വിവാഹം അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തി തന്നു. പക്ഷേ ആ വിവാഹം നടന്നതിന്റെ സന്തോഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എന്റെ കയ്യില് ഒരു ഡൈവോഴ്സ് നോട്ടീസ് എത്തി. കുഞ്ഞിന്റെ വിവാഹം ഏത് ഡേറ്റിൽ നടന്നോ ആ ഡേറ്റ് വെച്ചുകൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു, ഡൈവോഴ്സിന്റെ പേപ്പർ. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടുമെന്ന്. അത് ഞാൻ ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ എനിക്ക് എന്റെ കയ്യിൽ ആ പേപ്പർ കിട്ടുവാണ്, രജിസ്റ്റർ ചെയ്ത്. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ, ഞാൻ വിചാരിച്ചു എന്നെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാന് മോനോട് പറഞ്ഞു, നമുക്കൊന്ന് പോയി അന്വേഷിക്കാൻ മോനെ, ഇത് ശരി തന്നെയാണോ അതോ നമ്മളെ പേടിപ്പിക്കുന്നതാണോ എന്ന് അറിയാമെന്ന് വിചാരിച്ചു. ഞങ്ങള് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോടതിയിൽ കയറേണ്ടി വന്നത്. ഞാൻ സങ്കടത്തോടെ അതിന്റെ വരാന്തയിൽ കൂടി നടന്നത്. കാരണം എന്നെപ്പോലുള്ള ഒരു വ്യക്തി പോകേണ്ട സ്ഥലമല്ലത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇത് സത്യം തന്നെയാ. നിങ്ങളിതിനകത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വിധി വരും. അതുകൊണ്ട് നിങ്ങളിതിനകത്ത് പ്രതികരിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ എന്ത് പ്രതികരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാന് ഒരു പേപ്പറിൽ എന്റെ പേരിൽ ഇങ്ങനെ എല്ലാം ഞാന് ദേവദാസന്മാർക്ക് പൈസ കൊടുക്കുന്നു, ദേവദാസന്മാര് വീട്ടിൽ വരുന്നു. അങ്ങനെയൊക്കെയാണ് എന്റെ പേരിലുള്ള കംപ്ലയിന്റ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. എന്നെക്കുറിച്ച് മറ്റൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പ്രാർത്ഥന വിഷയമാണ് മൊത്തം എന്റെ വിഷയം. അപ്പം ആഹ് ഞാനിങ്ങനെ അതൊന്നും സത്യമല്ലാന്ന് എഴുതിയിട്ട് ഞാനിങ്ങനെ എഴുതി. ഞാൻ വിശ്വസിക്കുന്ന വചനത്തിൻ പ്രകാരം ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യന് വേർതിരിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരിക്കലും സമ്മതം കൊടുക്കില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ഇതിനോട് ഒട്ടും യോജിക്കാനും പറ്റത്തില്ല എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു വീട്ടില്. പക്ഷെ അതിനുശേഷം ആഹ് എനിക്ക് ഭയങ്കര പ്രതികൂലമായിരുന്നു ഭവനത്തിൽ. ഭയങ്കര പ്രതികൂലം. പിന്നീട് എന്റെ മനസ്സിൽ ഇങ്ങനെ എനിക്കൊരു ഭയങ്കരമായിട്ട് എനിക്കെന്തോ ഒരു മരണഭീതി എന്റെ ഉള്ളിൽ വരുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് എന്നെ പിടയ്ക്കുന്നത് എനിക്കറിയാം. അതുപോലെ ഒരു മരണഭീതി ഞാൻ അനുഭവിക്കുവാ. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ യുകെയിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പൊ ആ ഫ്രണ്ട് എന്നെ വിളിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, "എന്താന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പ്രശ്നം ഒത്തിരി രൂക്ഷമാ. എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ" എന്ന് പറഞ്ഞു. അപ്പോള് ആ സഹോദരി അറിയുന്ന മറ്റൊരു സഹോദരിയോട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അവര് ഓൺലൈൻ പ്രേയറൊക്കെ നടത്തുന്ന അതിനെ ലീഡ് ചെയ്യുന്ന ഒരു ദേവദാസിയാ. അപ്പൊ അന്ന് ഒരു ദേവദാസൻ ഓൺലൈനിൽ അവർക്ക് മെസ്സേജൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ വളരെയധികം എന്നെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി പ്രവചനാത്മാവിൽ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അവരത് റെക്കോർഡ് ചെയ്തെടുത്തു. അപ്പൊ അതിനകത്ത് അവസാനം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: മറ്റൊന്നും ചിന്തിക്കാതെ, തർക്കിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഒരു യാത്രയ്ക്കുള്ള കോപ്പ് കൂട്ടിക്കൊള്ളുക. അതും പറഞ്ഞാണത് നിർത്തുന്നത് ആ മെസ്സേജ്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് വ്യക്തമായി ഇടപെടുക. ഞാൻ ആരോടും പോയി ചോദിച്ചതല്ല. എനിക്ക് വേണ്ടിയിട്ട് ദൈവം മറ്റൊരാളിൽ കൂടി അത് എടുത്ത് തന്ന് അയച്ചു തന്ന് എന്നോട് ദൈവം വ്യക്തമായി സംസാരിക്കുക. എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, "മോനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടേന്ന്?" ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, "മമ്മിയോട് ദൈവം എങ്ങനെ പറയുന്നു, മമ്മി അതുപോലെ ചെയ്തോ. ഞാൻ ഓക്കെയാ. ഞാനിവിടെ ഡാഡിയുടെ കൂടെ നിന്നോളാം. മമ്മിക്ക് തിരിച്ചു പോണെങ്കിൽ മമ്മി പൊക്കോന്ന്" പറഞ്ഞു. അപ്പം ഞാൻ ആ സഹോദരിയെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാലും ഞാൻ എവിടെ താമസിക്കും? കാരണം എന്റെ വീട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പോന്നിട്ട് ഇപ്പൊ 4, 5 വർഷമാകുന്നു. എനിക്കിനി ആ വീട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ. അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മാതാപിതാക്കളൊക്കെ ഉള്ള കുടുംബത്തിലേക്ക് ചെന്ന് ഞാൻ പോയി താമസിക്കുന്നത് അത് ശരിയല്ലല്ലോ. അപ്പൊ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ സഹോദരി എന്നോട് പറഞ്ഞു, "ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട. ഞങ്ങടെ വീട് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാന്ന്" പറഞ്ഞു. അങ്ങനെ 3 ദിവസം കൊണ്ട് ഞാൻ ഡിസിഷൻ എടുക്കുന്നു. പെട്ടെന്ന് അത്യാവശ്യം യാത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അതൊക്കെ രഹസ്യമായി ചെയ്യാൻ കർത്താവ് എന്റെ ഉള്ളിൽ എന്നോട് പറയാ. ഒന്നും പറയാതെ. അപ്പൊ ഞാനും മോനും അന്ന് സംസാരിക്കുന്നത് പോലും ഞങ്ങൾ സംസാരിക്കാതെ ഇങ്ങനെ പേപ്പറിൽ എഴുതി കൊടുക്കുക. അത് എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ കർത്താവ് എന്നോട് ആ സമയങ്ങളിൽ സംസാരിച്ചത്. അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ആരോടും പറയുന്നില്ല. പെട്ടെന്ന് 3 ദിവസം കൊണ്ട് എല്ലാം റെഡിയാക്കി. അപ്പൊ ടിക്കറ്റ് എടുക്കണം. അപ്പൊ നോക്കുമ്പം കുഞ്ഞിന്റെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോഴത്തോടെ എന്റെ ബാങ്കിൽ ഒന്നുമില്ല പിന്നെ. കുറച്ച് പൈസ വല്ലോം കാണും. എങ്കിൽ പോലും ആ സമയത്ത് അതെടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആഹ് അതിൽ ജോയിൻ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന ഫോൺ നമ്പർ അല്ല ഇപ്പോഴത്തെ എന്റെ നമ്പർ. അതുകൊണ്ട് ഫോൺ നമ്പർ ഡിഫറന്റ് ആയതുകൊണ്ട് ഓൺലൈനിൽ കൂടി എനിക്ക് ആ പൈസ എടുക്കാനോ ഉപയോഗിക്കാനോ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പം നോക്കിയപ്പോ മോന്റെ കയ്യിൽ ആകപ്പാടെ അവന് പോക്കറ്റ് മണി പോലെയൊക്കെ കിട്ടുന്നത് 20,000 റുപ്പീസ് അവന്റെ ബാങ്കിലുണ്ട്. പക്ഷേ അന്ന് വരെയും ഞാനൊരു 50,000 റുപ്പീസിൽ കുറഞ്ഞ ടിക്കറ്റ് കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. അത് ഓരോ ദിവസം ഇൻക്രീസ് ചെയ്യുന്നതല്ലാതെ അത് അങ്ങനത്തെ ഒരു ടിക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോ മോൻ എന്നോട് പറഞ്ഞു, "മമ്മി ഒരു ടിക്കറ്റ് ഉണ്ട്. അത് 20,000 ഉള്ളൂ" എന്ന് പറഞ്ഞു. കൃത്യം അവന്റെ ബാങ്കിൽ 20,000 റുപ്പീസ്. അപ്പൊ ഞാൻ പറഞ്ഞു, "മോനെ അത് ശരി തന്നെയാണോ? അങ്ങനെ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ." അത് ഇനി ഇക്കണോമിയും താഴ്ന്ന ടിക്കറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, "എനിക്ക് അറിഞ്ഞൂടാ മമ്മി, ഇങ്ങനെ ഒരു ടിക്കറ്റ് ഉണ്ടെന്ന്" പറഞ്ഞു. ഉടനെ ബുക്ക് ചെയ്തു. അങ്ങനെ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് എനിക്കെല്ലാം ചെയ്തു തന്നു. അപ്പൊ അന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്ന എയർപോർട്ടിലോട്ട് പോകേണ്ട ദിവസം അന്ന് രാവിലെ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് എറണാകുളത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ തന്നെ എറണാകുളത്തിന് പോയി. അപ്പൊ ഞാൻ ഫ്രീ ആയി. അപ്പൊ ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ടാക്സി അറേഞ്ച് ചെയ്ത് ഞാനും മോനും കൂടി പെട്ടെന്ന് എയർപോർട്ടിൽ പോവാ. അപ്പൊ മാതാവ് മാത്രമേ വീട്ടിലുള്ളൂ.
അപ്പം ആ സമയത്ത് ഒരു സഹോദരി വീടിനടുത്തുണ്ട്. ഞാൻ ആ ഫോൺ വിളിച്ചിട്ട് സഹോദരിയോട് പറഞ്ഞു, "ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്ത് പോവാ. അമ്മ തന്നെ ഇവിടെ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്" പറഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടെ ടാക്സിയിൽ പോവാ. അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് പിതാവിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, "മമ്മി തിരിച്ചു പോകാന്ന്" പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ചോദിച്ചു, "എന്താ അങ്ങനെ നേരത്തെ ഒന്നും പറയാതെ അങ്ങനെ പെട്ടെന്ന് ഡിസിഷൻ എടുത്തത് എന്താന്ന്" ചോദിച്ചു. അപ്പൊ പറഞ്ഞു, "ഡാഡി മമ്മിയോട് സ്നേഹമായിട്ടല്ലല്ലോ പെരുമാറുന്നത്. അതുകൊണ്ട് മമ്മി തിരിച്ചു പോകാൻ തീരുമാനിച്ചു" എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ സഹോദരങ്ങളെയൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, "ഞാനിങ്ങനെ പോവാന്ന്" പറഞ്ഞു. ഞാൻ പോയി. അങ്ങനെ ആ ഭവനത്തില് അവരൊരു മാസക്കാലം സ്വന്തം അംഗത്തെ പോലെ എന്നെ ആ ഭവനത്തിൽ അവര് സൂക്ഷിച്ചു. ആ കുടുംബത്തോട് ഈ സമയം ഞാൻ വീണ്ടും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു, അവരെന്നെ കേൾക്കുന്നുണ്ടെങ്കില്. അങ്ങനെ അവിടെ നിന്ന് അവിടെ ചെന്നപ്പളാണ് പിന്നെ ജോലി വേണല്ലോ, നമുക്ക് ജീവിക്കണമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ പിന്നെ ഒന്നും തന്നെ ഇല്ല എന്റെ കയ്യില്. അപ്പം ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാനും പറ്റത്തില്ല. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് 2015 മുതല് ഇവിടുത്തെ നഴ്സിങ്ങിന്റെ ഒരു പുതിയ രീതി വന്നിരിക്കുന്നത്. അതായത് റീവാലിഡേഷൻ എന്ന് പറയും. 3 വർഷത്തിലൊരിക്കല് നമ്മള് റിവാലിഡേഷൻ ചെയ്യണം. അപ്പൊ ആ സമയത്ത് കുറെ അവര് പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണം. അങ്ങനെ എല്ലാം 3 വർഷം കൂടുമ്പള് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ എന്റെ 3 വർഷം കഴിഞ്ഞ് 4.5 വർഷം 5 വർഷം ആകാൻ പോകുന്നു. അപ്പൊ ഒരു തരത്തിലും എനിക്ക് ആ റീവാലിഡേഷൻ അകത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്റെ സമയം കഴിഞ്ഞു പോയി. അപ്പൊ എല്ലാവരും പറഞ്ഞു, "ഇനി ഒരിക്കലും നിനക്കൊരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കെയറായിട്ട് ജോലി ചെയ്യാനേ പറ്റുള്ളൂ" എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, "കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോ പെട്ടെന്ന് കേറിപ്പോന്നേ. എന്താ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്" ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് വ്യക്തമായി പറഞ്ഞു, "നീ ഒരു ലെറ്റർ എൻഎംസിക്കാർക്ക് എഴുത്. ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ ആ ലെറ്റർ എഴുതാൻ" പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അപ്പൊ ഞാൻ എന്റെ മോളുമായിട്ട് ഈ കാര്യം സംസാരിച്ചു. മോള് പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ അതെല്ലാം എനിക്ക് ആ ലെറ്റർ എല്ലാം ടൈപ്പ് ചെയ്ത് തന്നു. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ അത് ദൈവം എനിക്ക് ആ മനസ്സിൽ തന്ന ചിന്തകൾ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു. അതായത് ഞാനും 4.5 വർഷത്തോളം മാറി നിന്നെങ്കിലും ഞാന് ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിന്നെങ്കിലും പേഷ്യന്റുമായിട്ട് എനിക്ക് ടച്ച് ഉണ്ടായിരുന്നു. എന്റെ മാതാവ് ഇങ്ങനെ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ഒരാള് ബെഡ് ബൗണ്ട് ആയിരുന്നു. ആ ആളെ ഇങ്ങനെ ഞാൻ എന്റെ നഴ്സിംഗ് കെയർ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് നടക്കുന്ന അവസ്ഥയിലെത്തി. അതുകൊണ്ട് ഞാന് പേഷ്യന്റുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞാന് മാതാവിന്റെ ആ രോഗിയായി കിടന്നപ്പോഴുള്ള ഒരു ഫോട്ടോയും രോഗം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് ആരോഗ്യസ്ഥിതിയിലിരിക്കുന്ന ഒരു ഫോട്ടോയും അതെല്ലാം കളർ പ്രിന്റ് എടുത്ത് ഈ കൂട്ടത്തില് ഈ ഡോക്യുമെന്റിന്റെ കൂടെ അയച്ചിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അവര് പറഞ്ഞു, "കുഴപ്പമില്ല, ഞങ്ങള് നിന്നെ സഹായിക്കാം. അങ്ങനെയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. 5 വർഷത്തിനുള്ളിൽ 450 വർക്കിംഗ് അവേഴ്സും കാണിച്ച് 35 ലേണിംഗ് സ്റ്റഡി ഡേയും കാണിച്ച് 3 ക്യാരക്ടർ സർട്ടിഫിക്കറ്റും തന്നാൽ നിനക്ക് ആപ്ലിക്കേഷൻ അയക്കാമെന്ന്" പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ 2012 ജൂൺ അവസാനം അവിടുന്ന് പോകുന്നത്. അപ്പൊ ജനുവരി മുതൽ ജൂൺ അവസാനം വരെയുള്ള മണിക്കൂറുകൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പം എനിക്ക് 450 അവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാന് എന്റെ കൂടെ അന്ന് 2004 ജോയിൻ ചെയ്ത എന്റെ ഫ്രണ്ട് അന്ന് ആ വാർഡിന്റെ മാനേജരാ. അതുപോലെ എന്റെ ഒരു കൊളീഗായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു ഇംഗ്ലീഷുകാരി അന്ന് ആ യൂണിറ്റിന്റെ മേട്രണുമായി. അപ്പം ദൈവം എനിക്ക് വേണ്ടിയിട്ട് അവരെയൊക്കെയും ആ സമയത്ത് ഒരുക്കി. അങ്ങനെ അവരുടെ സഹായത്തോടെ എനിക്ക് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സംസാരിക്കാനും അങ്ങനെ 35 അവേഴ്സ് എനിക്ക് ഒരുക്കി കിട്ടി. പക്ഷെ ആ ഒരുക്കി തന്ന ആളെന്നോട് പറഞ്ഞു, "മേരി, നീ ഇതിനകത്ത് ശ്രമിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിവാലിഡേഷൻ വന്നതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാനുള്ളത് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്" പറഞ്ഞ് എനിക്കത് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ 450 അവേഴ്സ് എനിക്ക് ആ മേട്ടൻ എടുത്ത് തന്നു. അങ്ങനെ അതും പിന്നെ 3 ക്യാരക്ടർ വേണം. അപ്പൊ അവര് രണ്ടുപേരും എനിക്ക് ഓരോ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തന്നു. പിന്നെ എന്റെ ചർച്ചിന്റെ പാസ്റ്റർ എനിക്കൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഇതെല്ലാം കൂടെ ആപ്ലിക്കേഷൻ കൊടുത്തു. ആഹ് എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരം അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് 2016 ഡിസംബർ 31-ാം തീയതി ഞാൻ ഏത് പിൻ നമ്പറിലായിരുന്നു അതിനു മുമ്പ് നേഴ്സായി ജോലി ചെയ്തിരുന്ന അതേ പിൻ നമ്പറിൽ എനിക്ക് എനിക്ക് എന്റെ പിൻ നമ്പർ റിന്യൂ ചെയ്ത് കിട്ടി. അത് ഒരു മാസം കൂടി മാറിയിരുന്നെങ്കിൽ എനിക്ക് 5 വർഷം കഴിയും. പിന്നീട് എനിക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പം തക്ക സമയത്ത് കർത്താവ് പ്രതികൂലം സൃഷ്ടിച്ച് എന്നെ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നതുപോലെ കൊണ്ടുവന്ന് എന്നെ ഇവിടെ ആക്കി. ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്തു തന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ തന്നെ വേക്കൻസി ഉണ്ടായി. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കവിടെ വീണ്ടും ഞാൻ ഏത് വാർഡിൽ നിന്ന് പോയോ ആ വാർഡിൽ തന്നെ അതേ ഹോസ്പിറ്റൽ അതേ വാർഡിൽ കർത്താവ് എന്നെ വീണ്ടും ജോലിക്ക് കയറ്റി. അങ്ങനെ ഞാൻ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരുന്നു.
ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ വാൾസാറിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇവിടെ അഡാപ്റ്റേഷൻ്റെ സമയത്തും ഇങ്ങനെ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ആ സമയത്ത് മോൻ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇങ്ങനെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. 5-6 മാസം കഴിഞ്ഞപ്പോൾ അവനൊരു ജോലി കിട്ടി. ലണ്ടനിലാണ്. പക്ഷേ കൃത്യം അവൻ ജോലി ചെയ്യണ ആ കൃത്യ ദിവസം ഇവിടെ ഷട്ട് ഡൗൺ വന്നു. ലോക്ക്ഡൗൺ വന്നു. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതുകൊണ്ട് അവന് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഭവനത്തിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അവൻ പിന്നെ ഇവിടെ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കൊച്ചാണ്. അപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ കർത്താവ് അവിടെയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവന് വേണ്ടിയിട്ട് ദൈവം വഴിയൊരുക്കി. അങ്ങനെ ഒരു വർഷക്കാലം അത് പഠിക്കാൻ ആ സമയത്ത് കർത്താവിന് സമയം കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വാക്സിനേഷൻ വന്നത്. അപ്പം വാക്സിനേഷൻ അപ്പൊ കോവിഡ് ഒത്തിരി പേര് വന്ന് ഞങ്ങളുടെ വാർഡിലൊക്കെ ഒത്തിരി പേര് മരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും കഴിയുന്നതും മരുന്ന് എടുക്കാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവിനെ സൗഖ്യപ്പെടുത്തും. അതുകൊണ്ട് ഞാനങ്ങനെ കോവിഡ് വാക്സിനേഷൻ വന്നപ്പോഴും എനിക്കങ്ങനെ താല്പര്യമൊന്നും തോന്നിയില്ല. ഞാൻ എടുക്കാനും പോയില്ല. ഒത്തിരി പേര് പോയി എടുത്തു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാൻഡേറ്ററി ആയി. കാരണം മാൻഡേറ്ററി ആയി കഴിഞ്ഞാൽ എല്ലാവരും എടുക്കണം. അപ്പം എന്നോടും പറഞ്ഞു, മേരി എല്ലാവരും തന്നെ എടുത്തു. എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ നേരത്തെ ഫ്രണ്ടായിരുന്ന മാനേജർ മാറി വേറൊരു പുരുഷനാണ്. പിന്നെ അതായത് വേറൊരു ഇംഗ്ലീഷ് മാനാണ് അപ്പം എൻ്റെ മാനേജറായിട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരൊക്കെ ഇംഗ്ലീഷുകാർക്ക് അവരുടെ നിയമങ്ങളൊക്കെ അങ്ങനെ കർക്കശമായിട്ട് പാലിക്കണമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇനി വാക്സിനേഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും തന്നെ എടുത്തു. അത് തന്നെയല്ല ഇത് മാൻഡേറ്ററി ആവുകൊണ്ട് നീ എടുത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൽ താല്പര്യമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം വ്യക്തമായി എന്നോട് പറഞ്ഞു, നീ വാക്സിനേഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുക, കർത്താവേ, മേലധികാരികൾക്ക് നിയമത്തിനും വിധേയമാകണമെന്നല്ലേ ബൈബിളിൽ എഴുതിയേക്കണം, മൂർഖന്മാർക്കും കൂടി നമ്മൾ വിധേയപ്പെടണമെന്ന് ബൈബിളിൽ പറയുമ്പോൾ നീ എന്താ ഇങ്ങനെ നിയമം ലംഘിക്കാൻ എന്നോട് പറയുന്നതെന്ന് എന്നോട് ഞാൻ ചോദിക്കുക. അപ്പൊ എന്നോട് ഉടനെ കർത്താവിൻ്റെ ഉള്ളിൽ സംസാരിക്കുകയാണ്, നിന്റെ ജോലിയല്ലേ പോകത്തുള്ളൂ, ഇത് നീ എടുത്തില്ലെങ്കിൽ. എൻ്റെ ദാസൻ ദാനിയേല് രാജാവിന്റെ കൽപ്പനയുടെ മുമ്പിലാ. രാജാവ് പറഞ്ഞു, സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ കൽപ്പനയ്ക്ക് വിരോധമായി നിന്നു. അന്ന് അവന്റെ കഴുത്ത് കണ്ടിക്കുമായിരുന്നു. പക്ഷെ അവൻ നിന്നുവല്ലോ, നിന്റെ കഴുത്ത് കണ്ടിക്കത്തില്ലായിരുന്നു, നിന്റെ ജോലിയല്ലേ പോകത്തുള്ളൂ എന്ന് എന്നോട് ഇങ്ങനെ ഉള്ളിൽ സംസാരിക്കുക. അപ്പൊ ഞാൻ വീണ്ടും എടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഭയങ്കര പ്രയാസങ്ങൾ വരുന്നുണ്ട്. കാരണം ചർച്ചിൽ ചെല്ലുമ്പോൾ എല്ലാവരും വാക്സിൻ എടുത്ത് എല്ലാവരും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. വീട്ടുകാരും എല്ലാവരും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. എൻ്റെ മോൻ മാത്രം എന്നോട് ഒന്നും പറയുന്നില്ല, ബാക്കി എല്ലാവരും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും എൻ്റെ മാനേജർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മേരി നീ ഫൈനലായിട്ടൊരു മറുപടി പറയണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശദ്രക്കും മേശക്കും ഒക്കെ അവരോട് രാജാവിന്റെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുക. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു 10 ദിവസം കൂടെ എനിക്കിതാ, എന്നിട്ട് ഞാൻ ഫൈനൽ മറുപടി പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടറെ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി ആയിരുന്നു അന്ന്. അപ്പൊ അവര് എൻ്റെ അടുത്തേക്ക് ഈ മാനേജർ പറഞ്ഞു വിട്ടു എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് വന്നിരുന്ന് എന്നോട് നല്ല രീതിയിലെല്ലാം സംസാരിച്ച് ഇതിന്റെ കോൺസിക്വൻസ് എല്ലാം പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്കറിയാമല്ലോ, ഇതെടുത്തില്ലെങ്കിൽ ഒന്ന് നിന്റെ ഹെൽത്തിനെ അത് ബാധിക്കും, പിന്നെ നിന്റെ ജോലി പോകും. അതുകൊണ്ട് നീ ഇങ്ങനെ തീരുമാനമെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പോഴൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ എന്റെ റീസൺ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് ചിലപ്പോൾ ഫണ്ണിയായി തോന്നുമായിരിക്കും, പക്ഷെ ഞാനൊരു ക്രിസ്ത്യനാണ്. ഞാൻ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നിത്യതയുണ്ട്. അവിടെ ആ ദൈവം എന്നോട് പറയുന്നതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ മനുഷ്യരുടെ കൽപ്പന ധിക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ മനുഷ്യന്റെ മുകളിലുള്ള അധികാരമാണ് ദൈവത്തിന്. അപ്പൊ ആ ദൈവം നോ പറഞ്ഞെങ്കിൽ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ്
ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നെ ഒരു തരത്തിലും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോള് ആ മാഡം എന്നോട് പറഞ്ഞു, "ഓക്കെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പല ട്രസ്റ്റുകൾ കൂടിയാണ് ഇപ്പോള് ഇതിന്റെ വർക്ക് നടക്കുന്നത്. ഒരു ട്രസ്റ്റ് മാത്രമാണെങ്കിൽ എനിക്ക് ഡിസിഷൻ എടുക്കാമായിരുന്നു. പല ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്റെ മാത്രം ഡിസിഷൻ ഇതിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം" എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അങ്ങനെ പിന്നെ ദിവസങ്ങൾ നീങ്ങുന്നത് ശക്തമായി. എനിക്ക് ആരോടും പറയാനില്ല. ഞാൻ ആരോട് പ്രാർത്ഥിക്കാൻ പറയും? പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരൊക്കെ പറയും, "നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ എല്ലാരും വാക്സിനേഷൻ എടുക്കുന്നു. അപ്പൊ നീ മാത്രം എടുക്കാതെ മാറി നിൽക്കുന്നത് നിന്റെ അഹങ്കാരമല്ലേ" എന്ന് പറയും. അതുകൊണ്ട് ആരോടും ഈ വിഷയം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആ സമയത്തൊക്കെ ഞാൻ ഞാൻ നീറുവാ. കാരണം എന്താന്ന് വെച്ചാല് എന്റെ മോൻ നാട്ടീന്ന് വന്നിട്ടേ ഉള്ളൂ. അവന് ജോലിയില്ല. അവൻ എന്നെ ആശ്രയിച്ചാ വന്നിരിക്കുന്നത്. അപ്പം യുകെയിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നൊക്കെ നല്ല ശതമാനം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കേണ്ടി വരും. അപ്പൊ ഒരാൾക്ക് അധികമൊന്നും മിച്ചം വെക്കാനില്ല. അപ്പൊ കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് 2 3 മാസം വാടക കൊടുക്കാനും എന്റെ ബിൽസൊക്കെ അടയ്ക്കാനും പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ കയ്യിൽ പൈസയില്ല. അപ്പം വീട് വിട്ട് പുറത്തിറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കുവാ, "അപ്പാ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് ഞാൻ വഴിയാധാരമായി തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കുഞ്ഞു പോലും എന്നെ തള്ളി പറയൂലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും?" എന്നിങ്ങനെ ഞാനിങ്ങനെ ചോദിക്കുവാ. പക്ഷെ അന്നേരം എന്നോടൊന്നും മനസ്സിൽ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ സംസാരിച്ചു. "ലോകമെമ്പാടും ഉണ്ടാകാനുള്ള പരീക്ഷാക്കാലത്ത് ഞാനും നിന്നെ കാക്കും." അത്രയും മാത്രം എന്നോട് ആ വചനം എന്നിങ്ങനെ ഓർപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ സ്ട്രെസ്സിൽ കൂടി പോവാ. എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എന്റെ വേദന എന്റെ ഉള്ളിൽ ഒതുക്കി ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാ. അങ്ങനെ ഇരുന്നപ്പോള് ആഹ് ആഹ് മാർച്ച് 31 ലാസ്റ്റ് ഡേയാ. എന്റെ 10 ദിവസം പൂർത്തിയാവും. അന്ന് ഞാൻ ഫൈനൽ മറുപടി പറഞ്ഞിരിക്കണം. അപ്പൊ ഞാന് രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്ത് ഞാൻ പോവാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാ, "കർത്താവേ, എനിക്കറിയത്തില്ല. നിന്റെ ഇഷ്ടം നടക്കട്ടെ" എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവാ. അങ്ങനെ ചെന്ന് അവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസുണ്ട്. അപ്പൊ ആ ന്യൂസിനകത്ത് ആദ്യം വന്ന ന്യൂസ് ഇതാണ്. ആ മാൻഡേറ്ററി ആയിട്ടിരുന്ന വാക്സിനേഷന്റെ നിയമം എടുത്ത് മാറ്റിയിരിക്കുന്നെന്ന്. അപ്പൊ ഇതിനിടയിൽ ഈ 10 ദിവസം കൊണ്ട് അവിടെ പല കാര്യങ്ങളും സംഭവിച്ചു. അവിടെ ആന്റി വാക്സിനേഷനായിട്ട് കുറെ ആളുകള് എഴുന്നേറ്റ് അവിടെ സമരം നടക്കുകയും അതിന്റെ കുറെ പ്രക്ഷോഭണങ്ങളൊക്കെ ആ സമയത്തുണ്ടായി. അതിന്റെ എല്ലാം പരിണത ഫലമായിട്ട് ഗവൺമെന്റിന് ഇങ്ങനെ ഒരു നിയമം മാറ്റേണ്ടി വന്നു. അപ്പൊ ഞാൻ അന്ന് ചെല്ലുമ്പം എന്റെ യൂണിറ്റിന്റെ മേട്രൻ എന്നോട് ഓടി വന്ന് പറയണം, "മേരി, നീ ഇന്നത്തെ ന്യൂസ് കേട്ടോ?" എന്ന് ചോദിച്ചു. അപ്പളാണ് ഞാൻ അറിയുന്നത് ആ നിയമം മാറ്റിയെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചുവല്ലോ. ദൈവം നിനക്ക് വേണ്ടി നിയമത്തെ മാറ്റിയല്ലോ" എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ പറയാം, എന്റെ വിശ്വാസത്തിന്റെ വലിപ്പമോ എന്റെ കഴിവോ ഒന്നുമല്ല. ദൈവം എനിക്ക് കൃപ തന്നതുകൊണ്ട്, കർത്താവിനെ അനുസരിച്ചതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ആഹ് ആ ദിവസങ്ങളും കടന്നുപോയി. ആഹ് അങ്ങനെ ഇതിനിടയില് ആഹ് 1, 2 കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കർത്താവ് എന്നെ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. അത് 1, 2 സംഭവങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ എനിക്ക് വളരെയധികം പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ എന്റെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനലത്തിൽ കൂടെ ഞാൻ കാണുവാണ് കുറേ കാക്കകൾ ഇങ്ങനെ വല്ലാതെ ശബ്ദം വെറുതെ കരയുവാ. അപ്പൊ നോക്കുമ്പോ ഒരു കൊച്ചു കാക്ക കുഞ്ഞ് ഞങ്ങളുടെ മതിലിന്റെ മുകളിലിരിപ്പുണ്ട്. 2 3 ദിവസം പ്രായമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് എന്റെ ഉള്ളിൽ "മരണദൂതൻ, മരണദൂതൻ" എന്നിങ്ങനെ ഒരു ശബ്ദം വരുവാ. അപ്പൊ ഞാൻ ഓർത്തു, പെട്ടെന്ന് ആ കാക്കക്കുഞ്ഞിനെ അടുത്ത പറമ്പിലോട്ട്, അവിടെ കാട് പിടിച്ച് കിടക്കുവാ അതിന്റെ അപ്പുറത്ത്, മതിലിനപ്പുറത്ത്, അങ്ങോട്ടങ്ങ് വിട്ടേക്കാം. എന്റെ അതിർത്തി വിട്ടങ്ങ് പൊക്കോട്ടെ. മരണദൂതൻ എന്ന് ഞാനിങ്ങനെ കേട്ടുവല്ലോ. അങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലും. ഈ കാക്കകളെല്ലാം കൂടെ സ്പീഡിൽ പാഞ്ഞ് എന്റെ അടുത്തേക്ക് എന്നെ കൊത്താൻ പാകത്തിന് ഓടി വന്നു. ഞാൻ പേടിച്ച് പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ അത് കണ്ടില്ല. പിന്നെ ഞാനും അത് മറന്നുപോയി. അന്ന് രാത്രിയില് ഞാൻ കിടന്നുറങ്ങി ഒരു 2 മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്വാസം മുട്ടി എഴുന്നേൽക്കുവാ. എനിക്ക് ഒരു തരത്തിലും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ബെഡ്റൂമിൽ നിന്ന് എടുത്ത് സിറ്റ് ഔട്ടിൽ പോയി. അവിടെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ആ സമയത്തൊക്കെ എനിക്ക് രാത്രി പുറത്തിറങ്ങാൻ വളരെ ഭയമുള്ള ആളാ. പക്ഷെ ഞാനതൊന്നും നോക്കാതെ പെട്ടെന്ന് വാതിൽ തുറന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്തോ പ്രശ്നമാണല്ലോ. പെട്ടെന്ന് മോളപ്പോ യുകെയിലുണ്ടല്ലോ. ഞാൻ അവിടുത്തെ ഇവിടെ പകല് രാത്രി 8 മണിയൊക്കെ ആവുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് മോളെ വിളിച്ചിട്ട് പറഞ്ഞു, "മോളെ, എനിക്ക് വേണ്ടി പെട്ടെന്ന് നീ ഒന്ന് പ്രാർത്ഥിക്ക്. മമ്മിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. മരിക്കാൻ പോകുന്ന പോലെ പ്രയാസം വരുവാന്ന്" പറഞ്ഞു. അപ്പൊ അവള് പെട്ടെന്ന് അവൾ ഭാഷാപരത്തോടുകൂടി അവൾ എനിക്ക് വേണ്ടി ശക്തമായി ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ആയി.
പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് മുറ്റം കഴിഞ്ഞ് പറമ്പിനോട് ചേർന്നൊരു വലിയ കുളമുണ്ട്. അതിങ്ങനെ മത്സ്യങ്ങളെ വളർത്തുന്ന കുളം. അതിനകത്ത് ഈ ഗൗര എന്ന് പേരുള്ള 2-3 കിലോയുള്ള 40ഓളം മത്സ്യങ്ങൾ അതിനകത്തുണ്ട്. ആ മത്സ്യങ്ങളിൽ പകുതിയിലധികം ചത്ത് പൊന്തി കിടക്കുന്നു. കുറേ എണ്ണം ഇങ്ങനെ ചാകാൻ വേണ്ടി ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് കാണുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ദൈവം എന്നയ്ക്ക് വേണ്ടിയിട്ട് അത് ആ അത് അവിടെ തട്ടി മാറ്റി എന്നുള്ളത്. കാരണം അതിനു മുമ്പും പലപ്പോഴും ഞാൻ ഓരോ പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ എൻ്റെ അയൽവക്കത്തുള്ളവർ, എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ഒത്തിരി പേര് പെട്ടെന്ന് ഇങ്ങനെ മരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്താ ഇങ്ങനെ? ഞാൻ അവധി വരുമ്പോൾ മാത്രം ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്റെ ജീവന് പകരം ജാതികളെ കൊടുക്കുന്നു. അങ്ങനെ ഒരു വചനം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ മനസ്സിൽ വന്നു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവന് പകരം ആ മത്സ്യങ്ങളെ കൊടുത്തതാന്നുള്ളത്. അങ്ങനെ പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ എനിക്ക് ഈ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്. നമ്മൾ പലരും പല വിധത്തിൽ പല മതഭാഗങ്ങളിൽ പെടുന്നവരാണ്. എല്ലാവരും പറയും എൻ്റെ മതമാണ് ശരി, ഞാൻ നിൽക്കുന്നതാണ് ശരി, ഞങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചതനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഇത്രയും വർദ്ധിച്ചു വന്നപ്പോൾ നമ്മൾ ആരും നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ജോലിയല്ല നമ്മുടെ മക്കൾ ചെയ്യുന്നത്. അവരൊക്കെ ആ രീതി അനുസരിച്ച് അവർ വളർന്ന് മുന്നോട്ട് പോകാറുണ്ട്. അതിനകത്ത് ആർക്കും ഒരു റെസ്ട്രിക്ഷനും ആരും വെക്കാറില്ല. പക്ഷെ വിശ്വാസത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം പറയും മാതാപിതാക്കൾ നിൽക്കുന്നിടത്ത് നിന്നാൽ മതിയെന്ന്. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതേ എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ളൂ. ഏത് വ്യക്തി നിഷ്കളമായ ഹൃദയത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നു, ആ സത്യദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും. അവൻ ഏത് ജാതിയിൽപ്പെട്ടോ മതത്തിൽപ്പെട്ടോ അതൊന്നും അത് വിഷയമല്ല. ദൈവത്തെ സത്യത്തിൽ അന്വേഷിക്കുന്നതിന് സത്യദൈവം വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. ബൈബിളിൽ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാനല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തുന്നില്ല എന്ന്. ആ വചനപ്രകാരം ഞാൻ വീണ്ടും എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട്, ഇനി സമയം അധികമില്ല, നമുക്ക് വാദിച്ചും തർക്കിച്ചും നിൽക്കാൻ സമയമില്ല. കാലം അതിന്റെ അന്ത്യത്തിലോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാനും കണ്ടെത്തുവാനും ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവത്തിൽ വെച്ച് ഞാൻ പറയുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, എത്രമാത്രം മക്കളെ സ്നേഹിക്കുകയും അവരോടുകൂടി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റി പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹം കൊടുത്ത് വളർത്തുവാനും നമ്മുടെ സാമീപ്യം അവർക്ക് കൊടുക്കുവാനും ഓരോ മാതാപിതാക്കളും ശ്രമിച്ചാൽ മക്കളൊക്കെയും നല്ല രീതിയിൽ വളർന്ന് ദൈവഭയമുള്ളവരായി മുന്നോട്ട് പോകും, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി തീരും. അല്പമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഒരിക്കൽ കൂടി കർത്താവെ, ഇത്രത്തോളം അവിടുന്ന് തന്നെ നടത്തിയ വഴികളെ അല്പമായിട്ടെങ്കിലും പിതാവെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം കർത്താവിനെ ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞാൻ കടന്നുപോയ പാതകളിൽ കൂടി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയും ബലവും ധൈര്യവും കൊടുത്ത് കർത്താവെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങി തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുന്ന പ്രിയ ദേവദാസൻ ഡാനിയൽ ജോൺ അവറുകളെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭത്തെ അനേകാര്യങ്ങളിലോട്ട് എത്തിക്കുവാനും അനേകം പേർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസപ്രിയ മേരി റോയി ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഐശ്വര്യമായി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിത്തന്ന നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി ജീവിതത്തിൽ ദൈവം ഒരുക്കിയത് എല്ലാ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനിടയായി തീർന്നുവെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിശ്വാസത്തിലേക്ക്, ജീവിത രീതിയിലേക്ക് പറിച്ചു നടുന്നതുപോലെയുള്ള ചില അനുഭവങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചപ്പോൾ ജീവിതത്തിലുണ്ടായ ആ മാറ്റം മറക്കാതെ നന്ദി ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ എല്ലാ മാതാപിതാക്കന്മാർക്കും അവർ പിൻപറ്റി വരുന്നതായ ഒരു വിശ്വാസവും തൊഴിലും ജീവിത സാഹചര്യവും
അവരുടെ യാത്രാ രീതികളും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒക്കെ ഒരു പാരമ്പര്യമുണ്ട്. എന്നാൽ കാലം മാറുന്നതനുസരിച്ച് അവരുടെ തലമുറകളിൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അത് അവരുടെ വസ്ത്രവിധാരണത്തിലായാലും അവരുടെ ആഹാര രീതിക്കായാലും താമസ സൗകര്യത്തിനായാലും വിദ്യാഭ്യാസത്തിനായാലും യാത്രാ നിലവാരത്തിനായാലും ജോലിക്കായാലും അവർ എല്ലാ ആധുനികതകളും അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യാറ്. എന്നാൽ വിശ്വാസത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ പിന്തുടർന്നു വന്ന ആ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന അപരിഷ്കൃതമായ ഒരു രീതി ഇന്നും മനുഷ്യരുടെ ഇടയിൽ കണ്ടുവരുന്നു എന്നുള്ള വലിയ ഒരു തെറ്റായ പ്രവണത മനുഷ്യരെ അവരനുഭവിക്കുന്ന എല്ലാ ആധുനികതയിൽ നിന്നും എല്ലാ മുന്നേറ്റത്തിൽ നിന്നും അവരെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. അനേകരുടെ ജീവിതത്തിൽ ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യത്തിലും അവരെ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു, വളർച്ച ആഗ്രഹിക്കുന്നു. പക്ഷേ ആത്മീയ വിഷയത്തിൽ മാത്രം കണ്ണു തുറക്കുകയില്ല, തയ്യാറാകുകയില്ല. എന്തോ വലിയ സംഭവിച്ചു പോകുന്നത് പോലെ, വലിയ നഷ്ടം സംഭവിക്കുന്നത് പോലെ ഒരു സ്വാഭാവികമായ ഒരു ചിന്തയാണ്. എത്രയോ മാതാപിതാക്കന്മാർ പിന്തുടർന്നു വന്ന സാധാരണ ജീവിത രീതിയും സാധാരണ തൊഴിലും പുതിയ തലമുറ അത് പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നേയില്ല. അതുപോലെ അപ്പൻ ചെയ്തതുപോലെ, അപ്പൻ പോയതുപോലെ, അപ്പനും അമ്മയും ജീവിച്ചതുപോലെ ഒരിക്കലും മക്കൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഈ മാതാപിതാക്കന്മാരുടെ ആ ഒരു കാഴ്ചപ്പാടിനെ അവരെ കുറ്റം പറയുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ വിശ്വാസ വിഷയത്തിൽ മാത്രം അവർ അതിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുമെന്ന് പിശാച് മനസ്സിലാക്കിയിട്ട് പിശാച് അവരുടെ ആത്മകണ്ണുകളെ കുരുടാക്കി കളയുന്നതാണ്. അവരിലേക്ക് വെളിച്ചം പകരാതിരിക്കാൻ, അവർ സത്യമറിയാതിരിക്കുവാൻ, അവർ ജീവനെ പ്രാപിക്കാതിരിക്കുവാൻ, അവർ നിത്യജീവനെ പ്രാപിക്കാതിരിക്കുവാൻ പിശാച് അവരുടെ വഴികളെ തടയുന്നതാണ്. എന്നാൽ ഈ തലമുറ അത് തിരിച്ചറിയുന്നില്ല. ഈ തലമുറ തിരിച്ചറിയാത്തത് കൊണ്ട് അവർക്ക് വലിയ നഷ്ടം അത് മുഖാന്തരം സംഭവിക്കുന്നു എന്ന് അവരാരും അംഗീകരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ ദാസിയെപ്പോലെ ചില പ്രിയപ്പെട്ടവരെ ഇറങ്ങി രക്ഷപ്പെടുവാൻ ദൈവം ഈ കാലയളവിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഈ സത്യം മനസ്സിലാക്കിയ വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ചില കഷ്ടതയുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കാൻ ദൈവത്തിൽ പ്രത്യാശ വെച്ച് വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ബൈബിൾ വായിച്ച് അതിലെ സത്യം ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തല്ലോ. അതെ, ഇന്നും മറ്റെങ്ങും പോകണ്ട, മറ്റാരെയും പറയുന്നത് കേൾക്കണ്ട. സത്യവേദപുസ്തകം തുടർച്ചയായി വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുവാൻ തയ്യാറായാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു സഹായത്തിൻ്റെ ആവശ്യമില്ല. ദൈവം ആ വ്യക്തിയെ അവൻ്റെ കണ്ണ് തുറക്കുവാൻ, അവന് സത്യത്തിലേക്ക് വഴി നടക്കുവാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അരോമ TV പ്രേക്ഷകർക്കും കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. ഞങ്ങളുമായി നിങ്ങൾക്ക് ഏത് സമയവും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com